بسم الله الرحمن الرحيم. الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيدنا محمد خاتم النبيين وإمام المتقين. ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദിൻ്റെ വൈജ്ഞാനിക ലോകം, അതുമായി ബന്ധപ്പെട്ട് വല്ലതും കുറച്ച് പറയണം, ഉപകരിക്കും. ഉസ്താദിനോടുള്ള കടപ്പാട്, നാം അറിഞ്ഞത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഉസ്താദ് അങ്ങേയറ്റം അപ്രസിദ്ധി, ഹുമൂല് അതിഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഒരിക്കലും പ്രസിദ്ധി ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. ഉസ്താദ് അൽ ഫവായിദു ഷത്ത, മജ്മൂഉൽ ഫവായിദ് ഷത്ത ഒരു റിസാല എഴുതി പൂർത്തിയായി. അത് പ്രിൻ്റ് ചെയ്യണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം അറിഞ്ഞുകൊണ്ട് വൈലത്തൂർ ബാബ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് അതിൻ്റെ പ്രിൻ്റ് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുകയും അതനുസരിച്ച് ഉസ്താദ് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരം അവസാനിക്കാൻ നേരത്ത് ബാബു ഉസ്താദ് പറയുകയുണ്ടായി, ഈ പ്രസിദ്ധീകരണത്തിൻ്റെ ഏലാൻ പരസ്യം പേപ്പറിൽ കൊടുക്കും എന്ന് പറഞ്ഞു. അതോടുകൂടെ ഉസ്താദ് അതിൽ നിന്ന് പിന്മാറി. അപ്പം അത്ര പോലും പ്രസിദ്ധി ആഗ്രഹിക്കാത്ത ഒരു മഹാന. അപ്പോൾ ആ മഹാൻ്റെ സംബന്ധിച്ച് വല്ലതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നത് വലിയ ബർക്കത്ത് കിട്ടുമല്ലോ. ആ നിലക്ക ഇതിന് ഇറങ്ങിയത്, അല്ലാതെ ഈ ഉള്ളവൻ അതിന് അർഹനായതുകൊണ്ടല്ല. പിന്നെ അത് നമ്മുടെ ബാധ്യതയുമല്ല. ഇമാം ഉസ്താദ് തന്നെ മൂപ്പരെ റിസാലത്തു തംബീഹിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ അവസാനം ഫിഖിഹിൻ്റെ ഇസ്നാദ് പറയുന്നുണ്ട്. അപ്പം അതിന് പ്രേരണയായി കൊണ്ട് ഒരു കിതാബിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. എന്താ ഉദ്ധരണി? ഇന്ന ശയൂഖ ആബാഉം ഫിൽ ഇൽമി വഉസ്ലത്തും ബൈനൽ ഇൻസാനി വബൈന റബ്ബിൽ ആലമീൻ ബൽ നസബുൽ ഇഫാദ അഅലമു മിൻ നസബിൽ വിലാദ വനാഹീക മാ ഖാലഹു നവവി റഹ്മഹുല്ലാഹു തആല ഫി തഹ്ദീബിൽ അസ്മാഇ വൽ ലുഗാത്തി അല്ലദീ ഹുവ റൗളു ആദാബിൻ ഇന്നമൻ അഖ ശൈഖഹു ലാ തുഖ്ബലു മിൻഹു തൗബത്തുഹു വമൻ അഖ വാലിദഹു യുഖ്ബലു മിൻഹുൽ മതാബു. അപ്പോൾ ഷയൂഖിനോട് ഉള്ള ബാധ്യത സ്വന്തം നമുക്ക്
ജന്മം നൽകിയ ഏതുവായ മാതാപിതാക്കളെക്കാളും ഉയർന്ന പദവിയ, ഉയരത്തില. മാത്രമല്ല ഷെയ്ഖിനോട് ചെയ്യേണ്ട ആ ബാധ്യത ഇത് അവർക്ക് ശേഷം അവരെപ്പറ്റി പറയൽ, ഉള്ളത് പറയൽ, അത് നമ്മുടെ ബാധ്യത. അപ്പം അത്തരം ബാധ്യതകൾ നാം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അത് അവരോടുള്ള ഉഖൂഖ, ആ ബാധ്യത ലംഘന. അത്തരം ഹക്കുകൾ ലംഘിച്ചാൽ ലാ തുഖ്ബലു മിൻഹു തൗബത്തുഹു, പക്ഷാതാപം പോലും സ്വീകരിക്കൂല. മറിച്ച് വമൻ ഹഖ്ഖ വാലിദഹു, മാതാപിതാക്കളോടുള്ള ആ ബാധ്യത കട്ട് ചെയ്ത് എന്നാൽ യുഖ്ബലു മിൻഹു മതാബു, അത്രയും മഹത്ത ഷിയൂഖും നമ്മളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അത് അതായി ചെയ്യണം. ആ അതായി ആവണം എന്നതിലൊക്ക ഇത് പറയുന്നത്. ഉസ്താദിൻ്റെ കുടുംബം, പ്രാഥമിക പഠനം, ഉസ്താദുമാർ, അതൊക്കെയും ഉസ്താദിനെ സംബന്ധിച്ച് സ്മരണീയകൾ. കേരളക്കരയിൽ മറ്റുള്ളവർക്ക് ലഭിക്കാത്തൊരു സ്വീകാര്യത ആ വിഷയത്തിൽ ഉസ്താദിന് കിട്ടിയത്. എന്താ, ഉസ്താദ് ഖുമൂൽ ആഗ്രഹിച്ചത് കൊണ്ടാവണം മരണശേഷം, വഫാത്തിന് ശേഷം ആ നിലക്ക് പ്രസിദ്ധി. കാരണം അറബി ഭാഷയിൽ തന്നെ ബൃഹത്തായ ഒരു സ്മരണീയ അസ്ഹരി തങ്ങൾ നവറല്ലാഹു മർക്കദ മൂപ്പര് ഗൾഫിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത്, അതിൻ്റെ ശേഷം അതാ നമ്മുടെ നസീർ അസ്ഹരി ഉസ്താദിൻ്റെ ആ റിസാലത്തു തംബീഹിന് തഹ്ഖീഖോടുകൂടെ ഉസ്താദിൻ്റെ പ്രാഥമിക പഠനം, ഉസ്താദുമാർ, ഉസ്താദിൻ്റെ തലാമീദ്, ഉസ്താദിൻ്റെ രചനകൾ, അതൊക്കെ വിലയിരുത്തി പഠിച്ചുകൊണ്ട് ബൃഹത്തായ നിലയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഉസ്താദിൻ്റെ പേര് ഉസ്താദ് തന്നെ റിസാലത്തു തംബീഹിൻ്റെ ലഹ്ർ പുറം പേജിൽ, മറ്റ് രചനകളുടെയും പുറം പേജിൽ എഴുതിയ കാണാം. ജാമിഉഹ വി യു ബീരാൻകുട്ടി എന്ന് തന്നെ ഉസ്താദിൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിന് മാറ്റം വരുത്താതിരിക്കല നല്ല. ചിലരൊക്കെ മിഹ്റാൻകുട്ടി എന്നല്ലോ, അത് തൈരീബാവണം. അങ്ങനല്ലേ, തൈരീബിൻ്റെ ഒക്കെ സ്ഥിതിയും അങ്ങനെ തന്നെയല്ലേ. ജമ്മിൽ കാണാം അൽ മുഅറബു ലഫ്ലുൻ ഒയറു അലമിൻ നക്കലത്തുഹു ഇസ്താമലത്തുഹു അൽ അറബു ഫി മഅനൻ ഉളിയ ലഹു ഫി ഗൈരി ലുഗത്തിഹിം. ജമ്മിൽ അവിടെ ലഫ്ലുൻ അൽ മുഅറബു ലഫ്ലുൻ ഒയറു അലമിൻ, അതിനെ സംബന്ധിച്ച് അതിൻ്റെ മുഖരീർ ഷിർബീനി, അബ്ദുറഹ്മാൻ ഷിർബീനി അവിടെ എഴുതി. ഖൗലുഹു ലഫ്ലുൻ അൽ മുഅറബു ലഫ്ലുൻ ഇലാ ആഖിരിഹി അത്തഅരീബു നഖലു ലഫ്ലിൻ മിൻ ഗൈരിൽ അറബിയ്യത്തി ഇലൈഹ മുസ്തഅമലൻ ഫി മഅനാഹു ലഫ്ലുൻ നഖലു ലഫ്ലിൻ മിൻ ഗൈരിൽ അറബിയ്യത്തി ഇലൈഹ മുസ്തഅമലൻ ഫി മഅനാഹു മഅ നൗഇ തഗയീരിൻ.
കമാ നസ്സലൈഹി ഫി ഹവാഷിൽ ജാമി ഐ ലിയകൂന അമാറത്തൻ അല തഅരീബി വമിൻ ഹുനാ യുഅലമു ഐളൻ അതാ പോയിന്റ് വമിൻ ഹുനാ യുഅലമു ഐളൻ അന്നൽ അലമ ഗൈറു മുഅറബിൻ ഇത് ലാ തഗയ്യുറ ഫീഹി. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാം അലമിൽ തഗയ്യുറില്ല, അലമിൽ ചേഞ്ച് അതുകൊണ്ടാവാം. ലഫ്ദുൻ ഗൈറു അലമിൻ എന്ന് ജമ്മിൽ. ഇനി അതിന് അപവാദമായിട്ട് കാണാം, നോക്കാം. അൽ നഹ്വുൽ വാഫി ഗൈറു മുൻസരിഫിൻ്റെ ബാബിൽ മുഅറബ് ഉജ്മ തമ്മിൽ അന്തരം പറഞ്ഞെടുത്ത് ഇതിനെപ്പറ്റി കൂടുതൽ പഠനം കാണാം. ഏതാവട്ടെ, അപ്പോൾ പേര് ഉസ്താദ് ഇൽമിൽ വിജ്ഞാനത്തിൽ ചൂഴ്ന്നിറങ്ങി ഓരോ കാര്യത്തിൻ്റെയും ആഴത്തിലേക്കിറങ്ങി ശേഖരിക്കുക, അതേ പ്രകാരം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. ഇതിൽ തൽപരനായിരുന്നു ഉസ്താദ്. ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ രണ്ടത്താണി പള്ളിയിൽ വെച്ചുകൊണ്ട് ക്ലാസ്സിൽ ദർസിൽ പല കാര്യങ്ങളും ദർസിനിടയിൽ സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, സമകാലിക വിഷയം പറഞ്ഞപ്പോൾ കൈപ്പറ്റ ഉസ്താദിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ടായി. അപ്പോൾ പറഞ്ഞ്, നിങ്ങളറിയോ മൂപ്പരെ സംബന്ധിച്ച് ഞാൻ പഠനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഉസ്താദ് പ്രാഥമിക ദർസി പഠനം ആരംഭിക്കുമ്പോൾ തന്നെ കേരളക്കരയിൽ അൽ മുഹഖിഖ് എന്ന പേരിൽ പ്രസിദ്ധനായിരിക്കുന്നു. ഉസ്താദ് പറയുണ്ടായി അസമയത്ത് തന്നെ. അത് ആ ഇൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വലിയ ഉത്സാഹമായിരുന്നു. അതിനൊരു കാരണം പറഞ്ഞു. കൈപ്പറ്റ ഉസ്താദ് പടന്ന വടക്കേ മലബാർ, പടന്ന പാറക്കാട് അവിടെയൊക്കെ ദർസ് നടത്തിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഉസ്താദ് കുഴിപ്പുറം അവിടെ വെച്ച് ദർസ് നടത്തുക. എന്നാൽ ഉസ്താദിന് വേങ്ങര ബസ്സിറങ്ങി അങ്ങനെ കുറ്റാളൂരിൽ കൂടെ ആ പാറമ്മൽ കടവ്, അവിടെ അമ്പലക്കടവ് എന്നാണ് പറയാൻ തോന്നുന്നു, അവിടുന്ന് തോണി കടന്ന് കൈപ്പറ്റ പോക്ക അതാ എളുപ്പം. എന്നാൽ അതിന് തുനിയാതെ കുഴിപ്പുറത്തേക്ക് വരും, ആ പള്ളിയിൽ കയറും. അപ്പം എന്തിനാ ഉസ്താദ് പറയുക, ഞാൻ തദ്രീസിൻ്റെ ഇടയിൽ പല സംശയങ്ങളുമുള്ള സ്ഥലങ്ങൾ അത് കുറിച്ച് വെക്കും. അപ്പോൾ ഉസ്താദ് വരുന്ന സമയത്ത് അതുമായി സംവദിക്കും. അപ്പോൾ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് മൂപ്പര് വരുന്നത് എന്ന് ഞാൻ മൂപ്പരെ ആ പെരുമാറ്റത്തുനിന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പറയുക, നോക്ക് ഇൽമിനുള്ള അതിയായ ആഗ്രഹം. അതേപോലെ തന്നെ ഉസ്താദ് ഒരിക്കലും പറയുണ്ടായി, മൂപ്പരെ ഇൽമിനോടുള്ള ആ ഷഗഫ്, ആ ദാഹം പറഞ്ഞുകൊണ്ട് ഒരിക്കലും പറയുണ്ടായി. ഉസ്താദ് തന്നെ ദർസിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞതും. ഒരു യാദർശികമായി ഒരു സ്ഥലത്ത് ജുമാ, ആ ജുമാക്ക് ഖത്തീബ് മിമ്പറിൽ കയറാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ കൈപ്പറ്റ ഉസ്താദ് ഉണ്ട്, ഞാനും അവിടെ യാദർശികമായി എത്തിപ്പെട്ട് മിമ്പറിൻ്റെ അടുത്ത് സമീപത്താണ് ഇരിക്കുന്നത്. ആ സമയത്ത് എന്നോട് ചോദിക്കുക മൂപ്പര്, എന്ത് മന്ദിക്കിൻ്റെ കിതാബുകളിൽ മുഫ്രദാത്തിൻ്റെ ബഹസിൽ
അതാ തസവുറാത്തിൽ എന്തിനാ അർള് അമ്മ അർള് ഖാസ അത് മുറക്കബല്ലേ, അർള് ഖാസ അർള് അമ്മ അത് മുറക്കബല്ലേ, ആ മുറക്കബിനെ ആ മുഫ്രദാത്തിൻ്റെ ബഹസിൽ എന്തിനു കൊണ്ടുവന്നു? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അതിനെ പരിഹാരം? അപ്പം ഞാൻ അന്തം ഉസ്താദ് പറയുക, എനിക്ക് ആശ്ചര്യം, തഅജ്ജുബ്. കാരണം അസമയത്ത് പോലും ഖത്തീബ് മിമ്പറിൽ കയറാൻ അടുത്തിരിക്കുന്നു, അസമയത്താണ് എന്നോടിത് ചോദിക്കുന്നത്. അപ്പോൾ ആ മഹാൻ്റെ ഇൽമിനോടുള്ള ആ ത്വര, താല്പര്യം, അതേ ദർസിലും അങ്ങനെ തന്നെ. ഉസ്താദ് ദർസ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ, പഠിതാക്കൾ ഇപ്പോൾ ആ ദർസ് തദ്രീസ് സമയാധിഷ്ഠിതല്ല. ഉസ്താദ് എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് നിർത്തുന്നത്, അത് സമയമില്ല. ഉസ്താദിൻ്റെ അവസരം പോലെ ഇരിക്കും. ചിലപ്പോൾ മണിക്കൂറുകൾ നീളും. ആ സമയത്തും പഠിതാക്കളെ ഭാഗത്തുനിന്ന് ആ നഷാത്തില്ലായ്മ, താല്പര്യമില്ലായ്മ കണ്ട ആ വലിയ വിഷമ ഉസ്താദിന്. ആയതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആവേശത്തോടു കൂടെ മൂപ്പര് വിദ്യാർത്ഥികൾ അവിടെ പെരുമാറരുത്. അത് ആരും കാണിക്കൂല. ഉസ്താദിൻ്റെ ദർസ് തദ്രീസ് കേവലം ഒരു നമ്മുടെ ഇടയിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ അങ്ങനെയല്ല. ഉസ്താദ് വിഷയം ശരിയായി പഠിക്കും, ആഴത്തിൽ പഠിക്കും, എത്രത്തോളം എത്തും അത്രത്തോളം പഠിക്കും. ആ പഠിച്ചിട്ട് മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് മുഴുവനും പകർന്നു നൽകുക, അതിൽ കഠിനാധ്വാനം ചെയ്യും. ഒരു ഉദാസീനതയും ഒരു നഷാത്തില്ലായ്മയും കാണിക്കൂല. ഉസ്താദ് തന്നെ പറയുന്നതായി പറയപ്പെടുന്നു. ഞാൻ നേരിട്ട് ഉസ്താദിൻ്റെ ഫമുസ് ഷരീഫിൽ നിന്ന് കേട്ടിട്ടില്ല, മറ്റുള്ളവർ പറയുന്നത് കേട്ട്. ഉസ്താദ് പറയും ഇൽമിനുള്ള താല്പര്യം സംബന്ധിച്ച് കിതാബുകൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് എനിക്ക് തസാഉബ് കോട്ടുവ ഉണ്ടായിട്ടേ ഇല്ല. അതാ ഉസ്താദിൻ്റെ പ്രകൃതം, ഇൽമിനോട് കാണിക്കുന്ന ആ അദബ്, ഇൽമിനോട് കാണിക്കുന്ന ആ ത്വര, അതെവിടെയാണോ ആ ഇൽമ്, അതെ നമ്മളെ ജാമിയ സഅദിയ പ്രിൻസിപ്പൾ വഫാത്തായി പ്രിൻസിപ്പൾ മൂപ്പരെ തിൽമീദുമായ AK ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മൂപ്പര് പറയുണ്ടായി, ഞാൻ ഉളവട്ടൂർ ദർസ് നടത്തുന്ന സമയത്ത് ഉസ്താദിനെ സന്ദർശിക്കാൻ പോകും. അപ്പോഴെൻ്റെ കയ്യിൽ കുറിപ്പ് തരും. എന്താ കുറിപ്പിലുണ്ടാകുക? അതിൽ ഈ യൂറോപ്യരെ, എഴുത്തുകാരായ യൂറോപ്യർ, അവരെ പേര് അറബിയിൽ ആ പേര് ശരിയായ ഉച്ചാരണം എങ്ങനെ അതറിയാൻ വേണ്ടി ഫറൂഖ് കോളേജിൽ പ്രൊഫസർമാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ അവർക്ക് കാണിക്കണം. കാണിച്ചിട്ട് ആ പേരെങ്ങനെ, ശരിയായ ഉച്ചാരണം എങ്ങനെ, അത് വാങ്ങി കൊണ്ടുവരണം എന്ന് എന്നെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന്. നോക്ക്, ഇപ്പോൾ ഇൽമിനുള്ള ഒക്കെ ഇൽമിൻ്റെ ഉള്ള ഷഗഫ, ആ താല്പര്യ കാണിക്കുന്നത്. ഉസ്താദിൻ്റെ ദർസും വളരെ, ഉസ്താദിന് ഒരു കാര്യം, ഇന്നത്തെ നമ്മുടെ ദർസ് ആ രീതി ഉസ്താദ് പറയാറുണ്ട്. ഇന്നത്തെ ഈ സ്ഥിതി വിഷമ, അത് വിജയിക്കില്ല. എന്താ, എല്ലാവരും എല്ലാം പഠിക്കുക, അങ്ങനെയല്ല വേണ്ട. ഒരു മുസ്തവ, ഒരു ഖദർ, ആ ഖദർ എല്ലാവരും പഠിക്കുക. ഒരു മുഖ്തസർ അതിൻ്റെ താഴെ സ്റ്റേജിൽ അതെല്ലാവരും പഠിക്കുക. പിന്നീട്
ആ പഠിതാവിന് എന്തിനാ താല്പര്യം, എന്തിലാണ് കൂടുതൽ ഉത്സാഹം, അതനുസരിച്ച് വിദ്യാർത്ഥികളെ പലതിലേക്കും മേഖലകളും തിരിക്കണം. അപ്പോൾ ചിലവർക്ക് താല്പര്യം ഫിഖിയിലായിരിക്കും, അപ്പോൾ അതിലേക്ക് തിരിക്കണം, അതിലാവണം ഉയർന്ന പഠനം. ചിലവർക്ക് ഉസുൽ ഫിഖിയിലായിരിക്കും, അതിലേക്ക് വിടണം അവരെ. ചിലവർക്ക് ലോജിക്കിലായിരിക്കും, അതിലേക്ക് വിടണം. ചിലർക്ക് താരീഖിലായിരിക്കും. അത് അങ്ങനെ ഓരോ ഫന്ന് എന്നാൽ വലിയ ഫലം ഉണ്ടാവും. അതിൽ കഠിനാധ്വാനം ചെയ്യും. അപ്പം അതിൽ നല്ലൊരു ഉയർച്ച, ഉന്നത തലം പ്രാപിക്കാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും. അല്ലാതെ എല്ലാവരെയും പിടിച്ച് എല്ലാം കുടിപ്പിക്കുക, അത് വിജയിക്കൂല. അതുകൊണ്ടാണ് ഈ മുരടിപ്പ് ഉണ്ടായത് എന്ന് പറയാറുണ്ടായിരുന്നല്ലോ. ഉസ്താദിൻ്റെ ദർസ് വളരെ തെത്തിപ്പിക്കുകയായിരുന്നു. എല്ലാം പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ അൽഫിയക്ക് ശേഷം ഉസ്താദ് പറഞ്ഞു, നഹ്വിൽ വലിയ അൽഫിയ, ആ അൽഫിയ കഴിഞ്ഞ ശേഷം ഒരു ഷോർട്ടായ ഒരു മുഖ്തസറായ കിതാബ് വേണം. അത് മനസ്സിൽ ഹിഫ്ളിയും വേണം. ഓരോ ബാബും അത് മനസ്സിൽ വേണം. എപ്പോഴും ഒരു ഇബാറത്ത് ഓർക്കുമ്പോൾ അതുമായി ചുറ്റിപ്പറ്റി എല്ലാ കാര്യവും ഓർമ്മ വരണം. ആ നിലയ്ക്ക് ഒരു മുഖ്തസർ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് തന്നെ ഖവായിദുൽ ലുഗത്തുൽ അറബിയ്യ, നല്ല ഈജിപ്തുകാർ തസ്നീഫ് ചെയ്ത നല്ല അടുക്കും ചിട്ടയുണ്ട്, കുറഞ്ഞ ഇബാറത്തുകൾ, പക്ഷേ സാധാരണ വരുന്നതൊക്കെ അതിലുണ്ടാകും. അപ്പോൾ ഒരു ഇബാറത്ത് വന്ന അപ്പോൾ അൽഫിയ മറ്റുള്ളതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയിലെത്തണം. ആ നിലക്ക് പഠിക്കണം എന്ന നിലക്ക് ഞങ്ങൾക്ക് ക്ലാസ് ദർസ് തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഒരു ഭാഗം വായിച്ചാൽ ആ ഭാഗത്തിൽ പറഞ്ഞ നഹ്വിൻ്റെ വ്യാകരണ നിയമങ്ങൾ കൂടുതൽ പ്രയോഗത്തിൽ വന്ന ഒന്നോ രണ്ടോ പാരാഗ്രാഫ് എടുത്തു വെക്കും മൂപ്പര് പിറ്റേന്ന് ചെല്ലുമ്പോൾ. അതെവിടെ നിന്ന് എടുക്കൽ? അന്ന് ഇർഷാദ്, പൊന്നാണി മഖ്ദൂമികൾ ഇർഷാദ്, ആ ഇർഷാദിൽ നിന്ന് ഹിക്കായത്തുകൾ എടുത്തു വെക്കും. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കും. വായിപ്പിച്ചിട്ട് പറയും, ഇന്നലെ ആ ഖവായിദിൽ വന്ന വ്യാകരണ കായിക, ആ കായിക ഫിറ്റാക്കാൻ. അങ്ങനെ അതും കഴിയുമ്പോഴേക്ക് എല്ലാ കായികകൾ പഠിച്ചു വെക്ക് മാത്രമല്ല, അതൊക്കെ സ്വയം പ്രാക്ടിക്കലാക്കി. അതിൻ്റെ ശേഷം മൂപ്പരെന്നെ പറഞ്ഞ് അറബി ഭാഷ നഹ്വ് വേണം, വ്യാകരണം വേണം, പിന്നെ ആ ലുഗത്ത് വേണം, പദസമ്പത്ത് വേണം. അപ്പം അതിനെന്ത് ചെയ്യും മൂപ്പര്? അന്ന് കലീല ഒദിമിന പോലോത്തതും വായിച്ചു തരാറുണ്ടായിരുന്നു. എത്രത്തോളം വായിക്കുമ്പോൾ അത് നോവലല്ലേ, കഥയല്ലേ, കഥാസമാഹാരമല്ലേ. അപ്പോൾ അത് പള്ളിയിൽ നിന്ന് വായിക്കാൻ പാടുണ്ടോ? അത്തരം കിതാബുകൾ പള്ളിയിൽ നിന്ന് വായിക്കാൻ പാടുണ്ടോ? അതുപോലും മസ്തല ഫഹ്ഫ 9-ാം ജൂസ് എടുത്ത് വായിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് വായിച്ചെന്ന്. അപ്പം എല്ലാം കംപ്ലീറ്റ് ആക്കുന്ന. അതിൻ്റെ ശേഷം പറയും നഹ്വ് വേണം, സർഫ് വേണം, ലുഗത്ത് വേണം. അതിൻ്റെ പോരാ അറബി ഉച്ചാരണം ശരിയാവണം. അതിനെന്ത് ചെയ്യും? മൂപ്പര് തന്നെ ഒരു ചെറിയ ഒരു തജ്വീദിൻ്റെ കിതാബ്, ഹിദായത്തുൽ മുസ്തഫീദ് എന്നൊരു തജ്വീദിൻ്റെ കിതാബ്, സുആൽ ജവാബായും കൊണ്ടാണ് ആ രീതി. അതിൽ വളരെ ചെറുതാണ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അറബിയിൽ ഒരു തെറ്റും ഉണ്ടാവരുത്, അതിൻ്റെ പിന്നെ വായനയിലുണ്ടാവരുത്, നിയമപരമായിട്ടുണ്ടാവരുത്, സർഫിയായിട്ടുണ്ടാവരുത്, പിന്നെ ലുഗത്ത് പരമായിട്ടുണ്ടാവരുത്, ആ ഉച്ചാരണത്തിനും. ഇങ്ങനെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക, ഈ ശൈലിയായിരുന്നു മൂപ്പര്. പിന്നെ അതേപോലെ തത്ബീക്കിൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ ഇങ്ങനത്തെ കിതാബുകളൊക്കെ മൂപ്പര് ഓതിയിട്ടുണ്ട്. മഹല്ലി അവിടെ ഉസ്താദ് ഉണ്ടായിരുന്നു, കൈപ്പർ ഉസ്താദിൻ്റെ തിൽമീദ
ഉസ്താദിൻ്റെ അപ്പടി പകർന്ന ആളാ ഇന്ത്യൻ ഒരു മുഹമ്മദ് ഉസ്താദ് മൂപ്പര് വക്കൽ നിന്ന്. അപ്പം മൂപ്പര് ഉസ്താദിന് പകർന്നതാ. അതൊക്കെ പറയുന്നതൊക്കെ ഫിറ്റാക്കി തരും. ഉദാഹരണം, മഹല്ലിയുടെ ആ ഷറഹിൽ മൂപ്പര് അനുധാവനം ചെയ്യുന്ന ആ ത്വരീക്ക് ഇപ്പോൾ ഉണ്ടല്ലോ, പുതിയ രചനകളിലൊക്കെ കാണാം, അമലി ഫി ഹാദ, എൻ്റെ അമല്, മൂപ്പര് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ ഭാഗം തിരിച്ചുകൊണ്ടല്ല പഴയ ശൈലി. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടെന്നാലും ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് മിൻ ഷറഹിൻ യഹുല്ലു അൽഫാലഹു, അതാ ഒരു ഷറഹ്. യഹുല്ലു, ആ ഷറഹ് അപകൃതിക്കും, അൽഫാലഹു, ആ മിൻഹാജിൻ്റെ ലഫ്ലുകളെ എന്താ ഹല്ലിയാണ്. അപ്പോൾ ഇന്നതാ ആ പറയേണ്ട സ്ഥലത്ത് ഇന്നതാ ജുംലയിൽ ഓരോ ലഫ്ലിൻ്റെയും സ്ഥാന നിർണയം അതല്ലേ, അതെങ്ങനെ അത് കാണിച്ചു തരും. ഒരു ഉദാഹരണത്തിൽ നോക്ക്, മിന്നാജിൻ്റെ ഒരു മത്തിന് ഒദൂനഹുമ യൻജുസു ബിൽ മുലാഖാത്തി, ഒദൂനഹുമ യൻജുസു ബിൽ മുലാഖാത്തി. സിമ്പിൾ വിഷയം. നോക്കവിടെ മത്തിൻ്റെ ലാഹിർ കാണുന്ന മാത്രയിൽ എന്താ വരിക? മുസന്നിഫ് ഇമാം നവവി ആ ദൂന് എന്ന ലർഫ് സിർഫാക്കി എന്നാണ്. കാരണം ദൂനഹുമ യൻജുസു ജുംല പൂർത്തിയായി, കംപ്ലീറ്റായി. അപ്പോൾ ദൂന മുബ്തദിയാവണം, യൻജുസു ഖബർ, ജുംല ഖബർ എന്ന കാണുന്ന മാത്രയിൽ ധരിക്കുക എന്നാ ഷാരി അത് കൈകാര്യം ചെയ്ത് ഹല്ല് ചെയ്ത്. എന്താ ഹല്ല് ചെയ്ത്? അതാ ഉൽമാഉ ദൂനഹുമ, ഉൽമാഉ ദൂനഹുമ. അപ്പോൾ ആരോപണത്തിന് മറുപടിയായി മുസന്നിഫ് ദൂന സെർഫാക്കിയിട്ടില്ല. ആ സെർഫ് ഒരു കുട്ടിയോട് ചോദിച്ച് ദൂന ലർഫ് മുത്തസരിഫോ ഓയർ മുത്തസരിഫോ, ഇത് ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കുട്ടി പറഞ്ഞ ആ മുത്തസരിഫ, ദൂന ദൂന ദൂനു സെർഫാവുമല്ലോ. അപ്പോൾ സെർഫാക്കിയിട്ടില്ല മുസന്നിഫ്. എന്താ ദൂന ലർഫ് തന്നെ, മുബ്തദ ദൂനല്ല. അതാ ഒരു മാ ദൂനഹുമ, രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം. അപ്പോൾ ദൂന ലർഫായും കൊണ്ട് തന്നെ മുസന്നിഫ് ഉപയോഗിച്ചത് എന്ത് ചെയ്തിട്ടില്ല? സെർഫാക്കിയിട്ടില്ല. അതാ തത്ബീക്കാക്ക്. ഇനി അതേപോലത്തെ ഒരു മിസാല് മിന്നാജിൽ തന്നെ കാണാം. ഔറത്തിൻ്റെ ശ്രുതു സലാത്തിൽ ഔറത്ത് അവിടെ കാണാം. ഓ എജിബു സത്രു അയലാഹു വ ജവാനിബിഹി ലാ അസ്ഫലിഹീൻ. മിന്നാജിൻ്റെ മത്തിന് യജിബു സത്രു അയലാഹു വ ജവാനിബിഹി ലാ അസ്ഫലിഹി. പെട്ടെന്ന് എന്താ ആ ഇബാറത്ത് പെട്ടെന്ന് കാണുന്ന മാത്രം എന്താ മനസ്സിലാക്കുക? ആ ആളെ അയല മേൽഭാഗത്തെ മറക്കണം എന്നല്ലേ. അതിന് ഷാരി എന്താ ഇത്? ഷാരി മഹല്ലി അവിടെ അയ്യസാത്തിരീൻ, അയ്യസാത്തിരീൻ. അപ്പോൾ ഷാരി മനസ്സിലാക്കി തന്ന് സത്തിറിനെ ഫായിലേക്കാണ് ഇലാഫത്ത് ചെയ്ത്, മഫൂലേക്കല്ല ഇലാഫത്ത് ചെയ്തത്. സത്രു അയലാഹു അയ്യ സാത്തിരി, സാത്തിറിൻ്റെ മേൽഭാഗം മറക്കണം. ഒ ജവാനിബിഹി, സാത്തിറിൻ്റെ ചുറ്റുഭാഗവും മറക്കണം. മഫൂല് അവിടെ കൊടുത്തു. ലിൽ ഔറത്തി, ഔറത്തിനെ. അങ്ങനെ ഇതാ ഷാരി യഹുല്ലു അൽഫാലഹു. അല്ലാതെ ഇന്നത് ഫായില, ഇന്നത് ഫെയില, ഇന്നത് മഫ്ഊല അങ്ങനെ പറയല്ല. അതിന് കാണിച്ചു തരും. കണ്ടില്ലേ? യഹുല്ലു അൽഫാലഹു, അതാ ഹല്ല്. അതാ ഷാരി പറഞ്ഞ. പിന്നെ അലാ വജീൻ ലത്തീഫിൻ, വളരെ അനായാസമായ രീതിയിൽ, ആയാസില്ലാത്ത രൂപത്തിൽ. ആയാസില്ലല്ല, ഇത് മനസ്സാക്കിയാക്കും ആയാസില്ല.
ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കുറച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്ക് ആയാസമില്ല, അനായാസം മനസ്സിലാക്കുക. അതാല ഉജീൻ ലത്തീഫിൻ, അവിടെയും വന്ന ലത്തീഫ് നേരിയ ഉജീ എന്ന ഇത് നേരിയ അവിടെ കാണാം മുപ്പര് കൊടുത്ത ഐ സഹിലിൻ, സഹിലായ രീതിയിൽ, അനായാസമായ രീതിയിൽ. ഇനി അതിൻ്റെ തൊട്ട് ഷാരി പറയുന്നു ഒയുബയ്യനും മുറാദഹു, മിന്നാജിൻ്റെ മുറാദ് പറയും. അപ്പം നമ്മൾ വരിക്കുക എന്താ മുറാദ് പറയുന്ന തിരിയാത്ത സ്ഥലത്ത് എന്നതാ മുറാദ് എന്ന് പറയുന്നല്ലേ, അങ്ങനെയല്ല കാണിച്ചു തന്ന്. യുബയ്യൻ മുറാദുഹു, മിന്നാജിൻ്റെ മുറാദ് പറയുന്ന നോക്ക്. ഒരു മിസാല്, ഫൽ മുത്തഗയ്യിറു ബിമുസ്തഗ്നൻ അൻഹു, വ്യതിയാനം വന്ന വെള്ളം, ബിമുസ്തഗ്നൻ അൻഹു, ആ വെള്ളത്തെ അതിൽ നിന്ന് സംരക്ഷിക്കാം. വെള്ളത്തിന് അത് കൂടിയേ തീരുള്ളൂ എന്നില്ല, വെള്ളത്തെ അതിൽ നിന്ന് സംരക്ഷിക്കാം. അങ്ങനത്തെ വസ്തുക്കളെ കൊണ്ട് വ്യതിയാനം വന്ന വെള്ളം. അപ്പം ബിമുസ്തഗ്നൻ അൻഹു അമ്മ, അമ്മ എന്താ മുസ്തഗ്നൻ അൻഹു മുജാവിറാവ മുഖാലിത്താവ, വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന ലേയമായ വസ്തുവാവ മുസ്തഗ്നൻ അൻഹു, അല്ല വെള്ളത്തിൽ ലയിക്കാതെ അലേയമായ വസ്തുവാവാം, രണ്ടും ആവാം. മുറാദ് തിരിഞ്ഞിട്ടില്ല, മുറാദ് തിരിഞ്ഞിട്ടില്ല. അതാ ഷാരി എടുത്ത് മുസ്തഗ്നൻ അൻഹു മുഖാലിത്തിൻ കണ്ട. അപ്പം ആമ്മ് മുത്തലക്ക, ആ മുത്തലക്കിനെ കൈതാക്കി, മുഖാലിത്തിൻ കൈതാക്കി. അപ്പോൾ മുറാദ് പറഞ്ഞു തന്ന്, ഇതാ മുറാദ് പറഞ്ഞു തരിക. ഇനി ഞാൻ തൊട്ട് പിന്നെ കാണാം തമ്മിമു മുഫാദഹു, തമ്മിമു പൂർത്തിയാക്കും, മുഫാദഹു മിന്നാജിൻ്റെ മുഫാദ്, മിന്നാജിൻ്റെ ആശയം, മിന്നാജ് പ്രകാശിപ്പിക്കുന്ന ആശയം പൂർത്തിയാക്കി തരും. എന്ത് പൂർത്തിയാക്കുക, അത് കാണിച്ചു തരും. എന്താ കാണിച്ചു തരുത്ത് നോക്ക്. പിന്നെ മുത്തഗയ്യിർ ബി മുജാവിരിൻ, വെള്ളത്തിൽ ലേയമാവാത്ത അലേയമായ വസ്തുക്കളെ കൊണ്ട് മുത്തഗയ്യിർ. അപ്പം അലേയമായ വസ്തുവിന് മിസാല് കാണിച്ച് കഉദിൻ വദുഹുനിൻ, അതാ ഉദ് ദുഹുന്, ആ ഉദ് ദുഹുന് മുത്തലക്ക, തഖ്സീസാക്കാനും സാധ്യതയുണ്ട്, ഖൈദാക്കാനും സാധ്യതയുണ്ട്, അല്ല മുത്തലക്കായി വിടാനും സാധ്യതയുണ്ട്, രണ്ടിനും സാധ്യ. ആ ആശയം ഷാരി തൈമീമാക്കി. എന്താ തൈമീമ്? മുത്തയ്യബൈന് ഔലാ ഉണ്ടാ, മുത്തയ്യബൈന് ആ ഉദ് ദുഹുന് രണ്ടും സുഗന്ധമുള്ളതാവട്ടെ, സുഗന്ധമുള്ള ദുഹുനാവട്ടെ, ഉദാവട്ടെ, ഔല അല്ലാത്തതാവട്ടെ. അപ്പം എന്ത് ചെയ്ത് മുഫാദ് എന്താ അവിടെ തൈമീമ, ഉമൂമ മുറാദ്, ഉമൂമ മുഫാദ്, അത് നമുക്ക് താമാക്കി തന്ന്. സാധ്യതയുണ്ട്, രണ്ടിനും സാധ്യതയുണ്ട് ആ വാക്ക്. പക്ഷേ ആ തൈമീമ അങ്ങ് ആക്കിയപ്പോൾ, ഷാരി അങ്ങ് ആക്കിയപ്പോൾ മനസ്സാക്കി തന്ന് ഇതാ. അവ തത്മീമ്, മറ്റേ മുറാദ് പറയൽ, മറ്റേ ഹല്ല്, ഇതൊക്കെ ഇങ്ങനെല്ലാം കാണിച്ചു തരും. അതിൻ്റെ പുറമെ ഓരോ വ്യാഖ്യാനങ്ങൾക്കും ഷാരിഉൽ മഹല്ലി, അത് മഹല്ലി ആവട്ടെ ഏത് കിതാബാവട്ടെ എല്ലാത്തിനും ഒരു വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ആ വ്യാഖ്യാനത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഒരു മത്തിനില്ലാത്തൊരു വാക്ക് കൂട്ടുമ്പോൾ എന്താ അതിൻ്റെ പിന്നിൽ അടങ്ങിയ പൊരുൾ അതിന് വരച്ച് കാണിച്ചു തരും. ഒരു ഉദാഹരണം കാണിച്ചു തരാം, സിമ്പിൾ ഒരു ഉദാഹരണം നോക്ക്. മിന്നാജിൻ്റെ ആമുഖത്തിൽ തന്നെ ഫറഅയ്തു ഇഖ്തിസാറഹു ലിയസ്ഉല ഹിഫ്ളുഹു മഅമാ അളുമ്മുഹു ഇലൈഹി. ആ മുഖ്തസറിൻ്റെ ഹിഫ്ള് അനായാസമാകാൻ വേണ്ടി മഅമാ അളുമ്മുഹു ഇലൈഹി, ആ മുഖ്തസറിലേക്ക് ഞാൻ പുറമെന്ന് കൂട്ടുന്നതോടുകൂടെ നോക്കെ അവിടെ ഷാരിഉൽ മഹല്ലി മറ്റു ഷുറായികൾ എടുത്ത് കാണാം. എന്താ മുസാഹിബൻ ദാലിക
ബിമാ ദാലിക്കൽ മുഖ്തസറു ബിമാ അളുമ്മുഹു. എന്തിനങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത്? നമ്മൾ സാധാരണ അത് വായിച്ചു പോകും. എന്താ ഇതിന് പിന്നിൽ അടങ്ങിയ പൊരുളെന്താ? വല്ല പൊരുളും ഉണ്ടോ? അല്ല വെറും ഒരു വ്യാഖ്യാനം എന്ന് മാത്രമേ ഉള്ളൂ? പൊരുളുണ്ട്. എന്താ നോക്കിയേ, ലിയസ്വലൈഫുലുഹു മഅമാ അളുമ്മുഹു ഇലൈഹി. അപ്പോൾ അവിടെ ആയിരിക്കാ പ്രാധാന്യം കൊടുത്തേ? പ്രാധാന്യം കൊടുത്ത മാളുമൂന്ന് പ്രാധാന്യം കൊടുത്ത് മുഖ്തസറിനോ അപ്രധാനമാക്കി. അങ്ങനല്ലേ? ഞാൻ ഉസ്താദിൻ്റെ കൂടെ കല്യാണത്തിന് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരത്തിലുള്ളതാ. ഉസ്താദിൻ്റെ കൂടെ കല്യാണത്തിന് പോയി എന്ന് പറയുമ്പോൾ അവിടെ പ്രാധാന്യമായിരിക്കുക ഉസ്താദിന്, നമ്മളോ അപ്രധാനം. അതേ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഒന്നാലെന്താ മനസ്സാക്കുക? അതാ ലിയലുമ്മ ലിയസ്വലൈഫുലുഹു മഅമാ അളുമ്മുഹു ഇലൈഹി. അപ്പം ആയിരിക്കാം പ്രാധാന്യം? മുഖ്തസർ അപ്രധാനം, മുസന്നിഫ് പുറമെന്ന് കൂട്ടുന്നതിന് പ്രാധാന്യം കൊടുത്ത്. അങ്ങനെ മുഖ്തസറിൽ അവിടെ പ്രാധാന്യം, മുഹററിൽ നിന്ന് നേരെ സംക്ഷിപ്തമാക്കപ്പെടുന്ന ആ ഭാഗമല്ലേ, അതിനല്ല പ്രാധാന്യം. മറ്റേ അഡീഷണലായി ഇടക്ക് കൂട്ടുന്നത് അത് അപ്രധാനല്ലേ, അത് താബിയല്ലേ, മറ്റല്ല മത്ബൂഅ. മുസന്നിഫിൻ്റെ പ്രയോഗം മഅമാ അളുമ്മുഹു എന്നല്ലേ, അപ്പം നേരെ വിപരീതമല്ലേ. അപ്പോൾ കണ്ട ഷാരി തിരിച്ച് ആക്കി ഇല്ലേ? മഅമാ അളുമ്മുഹു ഐ മസ്ഹബൻ ദാലിക്കൽ മുഖ്തസറു. ആ മുഖ്തസറിന് സ്വാഹിബാക്കപ്പെടുക, ആ മുഖ്തസറിന് സ്വാഹിബാക്കപ്പെടുക. എന്തിനെ? ബിമാ അളുമ്മുഹു, ഞാൻ കൂട്ടുന്നതിന്. അപ്പോൾ മാളുമുന്തായി സ്വാഹിബായി, മുഖ്തസർ എന്തായി? മസ്ഹൂബായി, മത്ബൂആയി. കണ്ട, അപ്പോൾ സംശയം വന്നേക്കും. എന്നാൽ ഈ മഴ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ദുർധാരണ ഉണ്ടാകുന്നില്ലേ? ഇത് ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി തആലാക്ക് അറിയില്ലായിരുന്നോ എന്നൊരു ചോദ്യത്തിന് വകയുണ്ട്. അറിയേറ്റല്ല, ഇത് പുറമൊന്ന് അഡീഷണലായി കൂട്ടുന്നതല്ലേ. അവ പഠിതാക്കൾ എന്ത് ചെയ്യരുത്, അത് അവഗണിച്ച് തള്ളരുത്, അതിന് പ്രാധാന്യമായിട്ട് എടുക്കണേ എന്ന് മനസ്സിരുത്താൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയ ആ ഷെയ്ദ് ഷാരിയോ എൻ്റെ നിജസ്ഥിതി അതിലേക്ക് ഇറങ്ങിച്ചെന്ന്. അങ്ങനെ തന്നെയല്ല വേണ്ട അങ്ങനത്തെ പൊരുളുകൾ. ഇനി ചിലപ്പോൾ വലിയൊരു ഇഷ്കാലുണ്ടാവും. അതിന് ആ ഇഷ്കാൽ ഒറ്റ വാക്കുകൊണ്ടാ ഷാരി തട്ടിക്കളിയാ. നോക്ക്, അതങ്ങനെ അതൊക്കെ വിദ്യാർത്ഥികൾക്ക്, പഠിതാക്കൾക്ക് അതൊക്കെ അതിലേക്കൊക്കെ ഇറക്കും വിദ്യാർത്ഥികളെ. ആ ഒരു ശൈലിയാണ്. കണ്ടില്ലേ? ഞാൻ തന്നെ ഒരു കാര്യം കാണാം. വൽ മുസ്തഅമലു ഫി ഫർളി ത്വഹാറത്തി വഗൈറു ത്വഹൂരിൻ ഫിൽ ജദീദി. അല്ലേ? വൽ മുസ്തഅമലു ഫി ഫർളി ത്വഹാറത്തി, ത്വഹാറത്തിൻ്റെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, വഗൈറു ത്വഹൂരിൻ, വഗൈറു ത്വഹൂറ. അപ്പോൾ ഒരു സംശയം വന്നല്ല, ത്വഹാറത്തിൻ്റെ ഫർള്. അപ്പോൾ ത്വഹാറത്ത മുജദ്ദദായ ഉളു, മുജദ്ദദായ ഉളുണ്ട്. ആ ഉളുകൊണ്ട് ഒരു നിസ്കാരം നിർവഹിച്ചിരിക്കുന്നു, എന്നാൽ രണ്ടാമത് പുതുക്കൽ സുന്നത്തുണ്ടല്ല, ആ മുജദ്ദദായ ഉളു. ആ ഉളുവിലില്ലേ ഫർള്? ഒന്നാം മറത്ത് ഫർളല്ലേ, 2, 3 സുന്നത്തല്ലേ. അപ്പോൾ ആ മറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളവും വഗൈറു ത്വഹൂരിൻ, വഗൈറു ത്വഹൂറാം, ഇതെല്ലാം വരുന്നത്. വൽ മുസ്തഅമലു ഫി ഫർളി ത്വഹാറത്തി വഗൈറു ത്വഹൂരിൻ. അപ്പം മുജദ്ദദായ ഉളുവിൽ ഒന്നാമത്തെ മറത്ത് മുഖം കഴുകാൻ ഉപയോഗിച്ച വെള്ളം വഗൈറു ത്വഹൂറ. ഇതാ ജദീദ് എന്നല്ല വന്ന മിന്നാജിന്. നോക്കിയ വലിയ അപരാധമല്ല, വലിയൊരിതല്ലേ. കണ്ട ഷാരി ആ ഒറ്റ 2 കലിമത്തോണ്ട് ആ സംശയം തീർത്ത്. നോക്ക്, വൽ മുസ്തഅമലു ഫി ഫർളി ത്വഹാറത്തി അനിൽ ഹദസീൻ. കണ്ട, ത്വഹാറത്ത് അനിൽ ഹദസ്, ഹദസിനെ തൊട്ട് തഹാറത്ത് ഉണ്ടാ. മുജദ്ദദായ ഉളൂൽ അതുണ്ടാ? മുജദ്ദദായ ഉളൂല് തഹാറത്തുൻ അനിൽ ഹദസ് എന്ന് പറയാൻ പറ്റുമോ? ഹദസ് ഉണ്ടാ? ഇല്ല. കണ്ട, അപ്പം അതിനെ ഒഴിവാക്കിയില്ലേ? ഷാരിന് ഒറ്റ അത്രേ ചിലവുള്ളൂ. ഇതാ ഷാരി തൽക്ക വായതാ ചെയ്ത് അലാ വജീൻ സഹിലിൻ, വളരെ അനായാസം, ഒരു ആയാസമില്ലാത്ത രീതിയിൽ ആ മറുപടി പറഞ്ഞു. ഇനി വലിയ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ. നോക്കിയേ, നിസ്കാരത്തിൽ ഒന്നാമത്തെ തശഹുദിൽ
പറഞ്ഞു. വൽ അദ്ഹറു സന്നുഹ ഫിൽ അവ്വലി. വൽ അദ്ഹറു സന്നുഹ സ്വലാത്ത് സുന്നത്ത ഫിൽ അവ്വലി, അവ്വലായ തശഹുദിൽ സ്വലാത്ത് സുന്നത്ത. ഇത്രയും മിൻഹാജ്. ഷാരി അവിടെ ഒരു വ്യാഖ്യാനം, അയൽ ഇത്തിയാനു ബിഹാ ഫീഹി ഖിയാസൻ അലൽ ആഖിരി. നോക്കിയേ എന്തൊരു ഷാരിയ, അതിലേക്ക് എത്തിക്കണം നമ്മൾ. അങ്ങനെ ശൈലി. അയൽ ഇത്തിയാനു ബിഹാ. നോക്കിയേ തെളിവന്ത. അവല് സലാത്തുൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത. ആ സെന്നിന് തെളിവന്ത. തെളിവ് ഖിയാസ. ഏതിനുള്ള ഖിയാസ? ആഖിറായ തശഹുദിൻ്റെ മേൽ ഖിയാസ. ഇവിടെന്താ സുന്നത്തല്ലേ, സെന്നുഹായല്ലേ, ആഖിറിലോ ഉജൂബല്ലേ. അപ്പോൾ സുന്നത്തിനെ എങ്ങനെ ഖിയാസാക്കുക ഉജൂബിൻ്റെ മേലിൽ? ശരിയാവും. എന്താ ശാരി അങ്ങ് തിരിച്ച് അല്ലേ? സെന്നുഹ അടെ അയ്യൽ ഇത്തിയാനു ബിഹാ. ആ സ്വലാത്തിനെ കൊണ്ടുവരൽ, ഫീഹി അവല് കൊണ്ടുവരൽ, സുന്നത്ത അവല് കൊണ്ടുവരൽ, ഖിയാസനൽ ആഖിരി ആഖിറിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, ആഖിറിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ സ്വലാത്ത്. എന്നാ അവലും കൊണ്ടുവരണം. അവല്ലോ ഒത്തക്കൂനു ഫീഹി സുന്നത്തൻ, അവല് സുന്നത്തയാവും. എന്തുകൊണ്ട്? അവന്റെ മഹല് സുന്നത്തല്ലേ. അവലായ അവലായ തശഹുദ് സുന്നത്തല്ലേ. അപ്പൊ ആ മഹലിൽ കൊണ്ടുവരുന്നത് എന്തെയാവുള്ളൂ? സുന്നത്തയാവുള്ളൂ. അതാ ഒത്തക്കൂനു ഫീഹി സുന്നത്തൻ ലികൗനിഹി സുന്നത്തൻ ഉണ്ടാ. അപ്പൊ ആ ഖിയാസ് വെക്കാൻ വേണ്ടി ചെയ്ത് എല്ലാം അങ്ങനെ നോക്ക്. മറ്റൊരു ഹദീസുകൾ ജമ്മിയിലും അങ്ങനെ തന്നെ, അവിടെയുണ്ടാവും ഇതൊക്കെ തന്നെ. ഒക്കെ കൊണ്ട് പൊരുളുണ്ടാവും. നോക്ക്, വജഅലു യദൈഹി തഹത സദ്രിഹി, വജഅലു യദൈഹി തഹത സദ്രിഹി സുന്നത്ത്, ആഖിദൻ ബിയമീനിഹി യസാറഹു. വലത് കൈ കൊണ്ട് ഇടത് കൈ പിടിച്ചുകൊണ്ട് സദറിൻ്റെ തഹത്തിൽ ആക്കൽ സുന്നത്ത. തെളിവ് എന്താ തെളിവ്? റവാ മുസ്ലിമുൻ അൻ വായിൽ ഇബ്നു ഹുജ്റിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റഫഅ യദൈഹി ഹീന ദഖല ഫി സ്വലാത്തി വവളഅ യദഹുൽ യുംന അലൽ യുസ്റ. മുസ്ലിമിൻ്റെ റിവായത്ത്. വവളഅ യദഹുൽ യുംന അലൽ യുസ്റ. മുസ്ലിം റിവായത്ത്. തെളിവായതിന്. എന്നാ സദറിൻ്റെ തഹത്തില്ലെന്നല്ലേ, അതിന് തെളിവായിക്കില്ലല്ല. അങ്ങനെ സാദ ബിൻ ഖുസൈമ ഐ അലാ തഹ്ത സദ്രിഹി. മുസ്ലിമിൻ്റെ വായിബിൻ ഹുജ്റിൻ്റെ ഹദീസിൽ, മുസ്ലിമിൻ്റെ റിവായത്തിൽ ഇതില്ല. ആ രണ്ട് കരങ്ങളുടെയും മഹല്ല് പറഞ്ഞിട്ടില്ല. ശരീരത്തിൽ എവിടെ എന്നെ മഹല്ല് അത് പറഞ്ഞിട്ടില്ല. അത് പറയണം, അത് കിട്ടണം. കാരണം അതല്ലേ ജഅലു യദൈഹി തഹത സദ്റല്ലേ, അത് കിട്ടണം. അതിന് സാദ ബിൻ ഖുസൈമ ഇബ്നു ഖുസൈമ അലാ സദ്രിഹി, അലാ സദ്രിഹി തഹത അലാ സദ്രിഹി. അപ്പോ അലാ സദ്രിഹി എന്നല്ല, മത്തിൽ പറഞ്ഞോ തഹത സദ്രി, തഹത സദ്രി എന്നല്ലേ. മത്തിൽ പറഞ്ഞ തഹത സദ്രി എന്താ? വജഅലു യദൈഹി തഹത സദ്രിഹി. ഹദീസിൽ അലാ സദ്രിഹി. അപ്പോൾ ഒറ്റ വ്യാഖ്യാനം കൊണ്ടാ എല്ലാ റിവായത്തും ജമ്മ് ചെയ്ത് ഷാരി ഐ ആഖിരിഹി, ഏയ് ആഖിരിഹി. ഷാരി ആ തഫ്സീറിൻ്റെ പിന്നിൽ പൊരുളെന്താ, അടങ്ങിയ പൊരുളെന്താ മനസ്സിലാക്കി തരും. എന്താ മനസ്സിലാക്കി തരുന്നത്? അതാ എല്ലാ റിവായത്തും ജമ്മ് ചെയ്തതാണ്. 3 റിവായത്തുണ്ട്. അലാ സുദ്രിഹി ഉണ്ട്, തഹത സുദ്രിഹി ഉണ്ട്, ഇന്ദ സുദ്രിഹി ഉണ്ട്.
3 റിവായത്താണ് ആകെ. ബസ്സാറിൻ്റെ തഹ്ത സുദരിഹി, ഇന്ദ സുദരിഹി, അലാ സുദരിഹി, ഈ 3 ലഫ്ളാ വന്നേ. 3 ലഫ്ള് അലാ സുദരിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അലാ സുദരിയെ ഇങ്ങോട്ട് ഒപ്പിക്കാം. ഇതിനെ അങ്ങോട്ട് ഒപ്പിക്കാൻ പറ്റുമോ? തഹ്ത സുദരി ലഫ്ളുണ്ട്, ഇന്ദ സുദരിഹി ലഫ്ളുണ്ട്. ആ തഹ്ത സുദരിനെയും ഇന്ദ സുദരിഹി ഈ 2 ലഫ്ളിനെയും അലാ സുദരി ഒപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെന്തേ നിർവാഹമുള്ളൂ? അലാ സുദരിയെ ഇതിനനുസരിച്ച് വ്യാഖ്യാനിക്കുക. എന്താ? ഐ അലാ സുദരിഹി ഐ ആഖിരിഹി, ഒപ്പിച്ച് സദറിൻ്റെ ആഖിറിൽ. അപ്പോൾ ഉണ്ടാവും ആ ഒരു ജംഇന് വേണ്ടിയ ആ 3 ലഫ്ളുകളെയും 3 റിവായത്തുകളെയും ജംഇ ചെയ്യാൻ വേണ്ടിയ ആ തഫ്സീർ എന്ന്. അല്ലാതെ പൊന്നാണി മുലാഫല്ല. പൊന്നാണി മുലാഫ ഇഷ്ടാൻസർ മുലാഫ് കൊടുക്കല അല്ല, ജംഇ. ആ ജംഇന ഐ ആഖിരിഹി. അപ്പം ശരിയായി. പിന്നെ ഒരു സംശയം വരും. പിന്നെ ശാരി തഫ്രീയാക്കി പറഞ്ഞു ഫതകൂനു ആഖിറുല്ലദി തഹ്തഹു, ഫതകൂനു ആഖിറുല്ലദി തഹ്തഹു. സദറിൻ്റെ ആഖിറിൽ വെച്ച ഫതകൂനുൽ യദു ആഖിറുൽ യദി, ആഖിറുൽ യദാവും തഹ്തഹു സദറിൻ്റെ തഹ്തിലാവും എന്ന് തഫ്രീയാക്കി. അപ്പോൾ സംശയം വരും. ഒരു ഷെയ്ൻ്റെ ആഖിർ ആ ഷെയ്യിൽപ്പെട്ടല്ലേ ഏറി വന്ന ഷാരി ജംഇ ചെയ്ത് അല്ല ആഖിരിഹി സദറിൻ്റെ ആഖിറിൽ, ആഖിറിൽ വെച്ച സദറിൻ്റെ ആഖിറിൽ വെച്ച അങ്ങനെ സദറിൻ്റെ തഹ്തിലാവൽ. ഒരു ഷെയ്ൻ്റെ ആഖിർ അഷയിൽപ്പെട്ടല്ലേ. അപ്പോൾ സദറിൻ്റെ അവസാന പോയിന്റിലല്ല ആവുള്ളൂ, തഹ്തിലാവുമോ? പിന്നെ അങ്ങനത്തെ ഫ്രീയാക്കിയ ഫതകൂനു ആഖിറുൽ യദി തഹ്തഹു അങ്ങനത്തെ ഫ്രീയാക്കിയ. അതിന് പിന്നെ നമ്മൾ മൂപ്പര് പറയും, മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, മൂപ്പര് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഈ ആഖിർ 2 ഉണ്ട്. എന്താ 2? ഉർഫി ആഖിറുണ്ട്, ഹക്കീക്കി ആഖിറുണ്ട്. എന്താ ഉർഫി ആഖിർ നോക്കിയ മിന്നാജിൻ്റെ അവലിൽ അതാ മൂപ്പര് തെളിവാക്കിയ. മിന്നാജിൻ്റെ അവൽ മിന്നാജിൽ മുഹററിനേക്കാൾ ഒരു മസ്അല കൂടുതലാക്കുമ്പോൾ കുൽത്തുഫി അവലിഹി അതിൻ്റെ അവലിൽ ഞാൻ പറയും. എന്താ പറയുക? കുൽത്തു. ഒഫി ആഖിരിഹി അതിൻ്റെ ആഖിറിൽ പറയും. ആ മസ്അലൻ്റെ ആഖിറിൽ പറയും. എന്ത്? വല്ലാഹു അഅലം. വല്ലാഹു അഅലം മസ്അലയിൽപ്പെട്ടതാ? മസ്അലയിൽപ്പെട്ടതാ അല്ല, മസ്അല കഴിഞ്ഞിട്ടല്ലേ. അപ്പതാ അതാ ആഖിർ. അപ്പോൾ ഒത്ത് ഫതകൂനു യദു തഹ്തഹു. പിന്നെ ഈ ഒരു ശൈലിയ. ഇനി അത് എല്ലാ കിതാബുകളിലും, മഹല്ലി മാത്രമല്ല എല്ലാ കിതാബുകളിലും നോക്ക്. ജമ്മിൽ ഒരു ഉദാഹരണം തഖ്സീസിന് മാന പറഞ്ഞു. ഖസ്റുൽ ആമ്മി അലാ ബഅദി അഫ്റാദിഹി. ആ ഖസ്റിൻ്റെ മാന പറഞ്ഞു. എന്താ ഖസ്ർ? ബി അല്ലാ യുറാദ മിൻഹു അൽ ബാദുൽ ആഖിർ. ഖസ്റുൽ ആമ്മി അലാ ബഅദി അഫ്റാദിഹി. ആ ഖസ്ർ എന്താ? ഖസ്ർ ബി അല്ലാ യുറാദ മിൻഹു, ആ ആമിനാൽ ഉദ്ദേശിക്കുന്നില്ല, അൽ ബാദുൽ ആഖിർ ആ മറ്റേ ബാദ് ഉദ്ദേശിക്കുന്നില്ല. ഇതാ ഖസ്ർ. വയസ്ദുഖു ഹാദാ അലൽ ആമ്മി അൽ മുറാദി ബിൽ ഖുസൂസൂൻ. നോക്ക് എന്തിനാ വയസ്ദുഖു ഹാദാ അലൽ ആമ്മി അൽ മുറാദി ബിൽ ഖുസൂസു? എന്തിനാ അങ്ങനെ? അതാ ഇത്റാദ. ആരെ ഇത്റാദ് ചെയ്ത്? സുബ്കി ഇമാമിനെ മഹല്ലി ഇത്റാദ് ചെയ്തതാ. അപ്പോൾ അതിൽ ചിന്തിക്കാതിരിക്കുമ്പോൾ അത് വായിച്ചങ്ങ് പോകും. അങ്ങനല്ല മൂപ്പരെ ശൈലി. ഓരോ മത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വല്ലതും കൂടുതൽ കൊണ്ടുവരുമ്പോൾ
ഒരു ഹർഫ് കൂട്ടുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താ അടങ്ങിയ പൊരുളെന്താ? അതാ യസ്തുക്കുഹാദ എത്ര ആള എന്താ കസറ്, ഇതാ മറ്റേ ഭാഗം ഉദ്ദേശിക്കാതിരിക്കുക എന്നാ ഈ നിർവചനം, ഈ തഖ്സീസ് നിങ്ങൾ പറഞ്ഞ നിർവചനം അനർത്ഥമാവൂലേ, ഫിറ്റാവൂലേ? ഏതില്? ആമുൻ ഉരീദ ബിൽ ഖുസൂസുൽ, ആമുൻ ഉരീദ ബിൽ ഖുസൂസു, ആമുൻ ഉരീദ ബിൽ ഖുസൂസു. അതാ അം യഹ്സുദൂന അന്നാസ, അന്നാസ് ആമല്ലേ, ആ ആമിനെ ഉപയോഗിച്ച് അവിടെ ആരെയും ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പം അന്നാസുള്ള ആമിനെ ഉപയോഗിച്ചത് ആരില്ല? റസൂലുള്ളാഹി ആ ഖാസ്സായ ഫർദില. ഇതിനും പറഞ്ഞൂടെ നിങ്ങളെ നിർവചനം? എന്താ നിർവചനം? ബിഅല്ല ഖസ്റുൽ ആമി അലാ ബാദി അഫ്റാദിഹി, എന്താ കസർണമായന മറ്റേ ഭാഗം ഉദ്ദേശിക്കുന്നില്ല. അത് അന്നാസ് കൊണ്ട് ആരെ ഉദ്ദേശിക്കുന്നുള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആരെ ഉദ്ദേശിക്കുന്നില്ല? മറ്റേ ഉയർന്ന് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ തൈരീഫ് അവിടെ ഫിറ്റാകുന്നില്ലേ? എന്നാ ഇത് തഖ്സീസ, ഇത് ആമ മുഖസ്സസല്ലല്ലോ, ഇത് പ്രയോഗം മജാസല്ലേ. അന്നാസ് എന്നുള്ള വാക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിക്കല് അതല്ലേ പിന്നെ പറഞ്ഞേ ഫർക്ക്. ആമുൻ ഉരീദ ബിൽ ഖുസൂസ്, ആമുൻ മഖ്സൂസ്. ആമുൻ ഉരീദ ബിൽ ഖുസൂസ് കുല്ലിയും ഉസ്തുഇന ഫീ ജുസ്ഇയ്യിൻ, അതുകൊണ്ട് അത് മജാസ, അത് മജാസ. അപ്പോൾ തഖ്സീസ് അല്ല, നമ്മൾ തൈരീഫ് പെട്ടല്ലോ, അപ്പൊ തൈരീഫ് ശരിയായി പിന്നെ മാനിയായിക്കില്ല എന്നൊരു ആരോപണ. അങ്ങനെ എല്ലാ പൊരുളിലേക്കും വിദ്യാർത്ഥികളെ, പഠിതാക്കളെ എത്തിക്കും. എന്നിട്ടാ അല്ലാതെ എന്തല്ല നമ്മുടെ ശൈലിയല്ല. നമ്മുടെ ശൈലി എന്താ? വായിക്കുക, വായിച്ചിട്ട് അങ്ങ് പോവുക. അല്ല, ഓരോ ഇബാർത്തിൻ്റെയും പിന്നിൽ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്ന്. ഇനി അതേപോലെ തന്നെ ഒരു ഇബാർത്ത് നക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റ് കിതാബുകൾ ഇബാർത്ത് നക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ നക്കൽ എന്തിനു വേണ്ടിയാണ് നക്കൽ ചെയ്തത്? അതവിടെ നമുക്ക് തര്യപ്പെടുത്തി തരും. നോക്കിയേ, അത് ഒരു മിസാല് പറയാം. നോക്ക്, മിൻഹാജ് വഖദാ ഹൽഖത്തു ദുബുരിഹി ഫിൽ ജദീദി ലാ ഫർജു ബഹീമത്തിൻ. ഓക്കെ, അറിയാവുന്ന കാര്യം, ലളിത നാക്കിള അതിൻ്റെ വിഷയ. വഖദാ ഹൽഖത്തു ദുബുരിഹി ഫിൽ ജദീദി ലാ ഫർജു ബഹീമത്തിൻ. നോക്ക്, അവിടെ മിന്നാജ് ലാ ഫർജു ബഹീമത്തിൻ, ബഹീമത്തിൻ്റെ ഫർജിൻ്റെ സ്പർശനം നാക്കിതല്ല. അതാ ജദീദ്, അവിടെയും ജദീദ് ഉണ്ട്. കാരണം വഖദാ ഹൽഖത്തു ദുബുരിഹി ഫിൽ ജദീദി ലാ ഫർജു ബഹീമത്തിൻ. അപ്പോൾ ഈ ഫർജ് എന്നുള്ള വാക്ക് അമ്മ രണ്ടിനെയും ഷാമിലാക്കും. അല്ല കേവലം കുബുല് എന്ന് മാത്ര. എങ്ങനെ മിന്നാജിന് വ്യാഖ്യാനിക്കണം? ലാ ഫർജു ബഹീമത്തിൻ, ആ മിന്നാജിന് എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്? അതാ ആ വ്യാഖ്യാനിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഒരാളെ കലാമിനെ വ്യാഖ്യാനിക്കേണ്ടത് ഏതുകൊണ്ടാണ്? മിൻഹാജല്ലേ, ആ മിന്നാജയിൻ്റെ മുഖ്തസറ മുഹറന മുഖ്തസറല്ലേ, മുഖ്തസർ മുഹറായിരുന്ന റാഫി മാമിൻ്റെ അല്ലേ. അപ്പം റാഫി മാമിൻ്റെ കലാം കൊണ്ട് വ്യാഖ്യാനിക്കണം, റാഫി മാമിൻ്റെ കലാം കൊണ്ട് വ്യാഖ്യാനിക്കണം മിന്നാജിന്. കാരണം മിന്നാജ് മുഖ്തസറ, മുഹറിൻ്റെ മുഖ്തസറ, മുഹർ റാഫി മാമിൻ്റെതാ. ഇപ്പം റാഫി മാമിൻ്റെ ആ കലാം കൊണ്ടാ, ഒരാളെ കലാമിന് അയാളെ കലാം കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്, പുറത്തും കൊണ്ടുവരണ്ട. അതാ കൊണ്ടുവന്നു. റാഫിയു ഫി ശർഹി ഹക്കൽ ഖിലാഫ ഫീ കുബുലിഹാ വഖത ഫീ ദുബുരിഹാ ബിഅദമിൻ നഖ്ലീൻ. വറാഫിയു ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു ഫി ശർഹി ശർഹുൽ കബീറിലെ ഹക്കൽ ഖിലാഫ, ഈ ഖിലാഫ് നാഖിലാണ്, നാഖിലല്ല, ആ ഖിലാഫ് നക്കൽ ചെയ്തു. എന്തില്? ഫീ കുബുലിഹ, കുബുല് നക്കൽ ചെയ്തു ഈ ഖിലാഫ്. വഖത റാഫി മാമ ഗഡ്ലിതമായി പറഞ്ഞു. ഫീ ദുബുരിഹ, ബഹീമത്തിൻ്റെ ദുബുറിൽ
അതുമുന്നക്കിൾ കൊണ്ട് കത്തഴ ചെയ്ത്. അതാ അപ്പോൾ അതനുസരിച്ച് മിന്നാജൻ എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത്? ലാ ഫർജു ബഹീമത്തിൻ കുബുലുണ്ടാ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് വന്നു. പക്ഷെ അത് അംഗീകരിച്ചില്ല. റൗലയിൽ അതിനെ വിമർശിച്ചു. റാഫി ഇമാം ഷറുൽ കബീറിൽ അപ്പാറിനെ വിമർശിച്ചു. റൗലയിൽ എന്താ വിമർശനം? ബിഅന്നൽ അസ്ഹാബ അത്ലഖുൽ ഖിലാഫ ഫീ ഫർജിൽ ബഹീമത്തി ഫലം യഖ്സു ബിഹി അൽ കുബുല. ഉണ്ടല്ലേ? എന്താ റൗല വിമർശിച്ചു റാഫി ഇമാമിന്റെ ചൈദിയെ. എന്താ? ബിഅന്നൽ അസ്ഹാബ് അത്ലഖുൽ ഖിലാഫ, ഈ ഖിലാഫ് നാഖിദാണ് നാഖിദല്ല, ആ ഖിലാഫിനെ പൊതുവായി പറയുക ചെയ്ത് ഫി ഫർജുൽ ബഹീമത്തി, ഫർജുൽ ബഹീമത്തിൽ ഇത്ലാഖാക്കുക ചെയ്ത്. ഫലം യഖ്സു, ആ ഇത്ലാഖിന്റെ മാന ഫലം യഖ്സു ബിഹി, ആ ഖിലാഫിനെ ഏതുകൊണ്ട് ഖാസാക്കിയിട്ടില്ല? കുബുലുണ്ട് ഖാസാക്കിയിട്ടില്ല. ഉണ്ടാ. അപ്പോൾ മിന്നാജൻ എങ്ങനെ അഹംബിൾ ചെയ്യണം? അമ്മായിട്ട് വെക്കണം. അപ്പോൾ ഖിലാഫയിലുണ്ട്, കുബുല്ലുണ്ട്, ദുബുറിലും ഖിലാഫുണ്ട് എന്ന് വ്യാഖ്യാനിക്കണമെന്ന. അപ്പോൾ ആ ഈ ഭാഗത്ത് എന്തിന് ഞക്കൽ ചെയ്തു? മിന്നാജിന് വ്യാഖ്യാനം കൊടുക്കാൻ. എന്താ മിന്നാജിന് വ്യാഖ്യാനം? ഇപ്പം എന്തായി? റൗല അനുസരിച്ച്. കാരണം ഷറുൽ കബീറിൽ അങ്ങനെ. പിന്നെ റൗല വിമർശിച്ചു. ആ നബി ഇമാമല്ലേ മിന്നാജിൻ്റെ ആള്. അപ്പം റൗലൻ്റെ ആ കലാം അനുസരിച്ച് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ലാ ഫർജു ബഹീമത്തിന് ഖിലാഫ് എന്തിലുണ്ട്? രണ്ടിലും ഉണ്ട്, കുബുലിലും ഉണ്ട്, ദുബുറിലും ഉണ്ട്. അതാ ഇതാ മൂപ്പര് പിന്നെ ഓരോ ഫായിദയും ഓരോ നുക്തയും ഓരോ പോയിന്റും എല്ലാം നെക്കലല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നോക്ക്, അത് ഉസ്താദന്മാരിൽ നിന്ന് ഉസ്താദന്മാരെന്താ പറഞ്ഞേ അതപ്പടി ഉണ്ടാവും. മൂപ്പര് പൂർവികർ അതേ പാതയില്ല. ഓരോ കിതാബും പഠിക്കുന്ന സമയത്ത് ഉസ്താദന്മാരിൽ നിന്ന് കേട്ടത് ഒക്കെ അതാത് കിതാബിൻ്റെ തൈലീക്ക് എല്ലാം ഉണ്ട്. ഇപ്പോൾ കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഉസ്താദന്മാരെന്താ പറഞ്ഞാൽ അപ്പടി ഉണ്ടാവും. ഇപ്പോൾ ആ കുറിപ്പിൽ ഒരു ഉദാഹരണം നോക്ക്. ജമുൽ ജവാമിയിൽ ഒരു കുറിപ്പിലുള്ളതാണ്. ജമുൽ ജവാമിയിൽ എന്താ? മഫൂമ് വിങ്ങമായി, ഒരു കലാമിൽ നിന്ന് വിങ്ങമായി കിട്ടുന്ന ആശയം നേരെ വാജ്യമായി കിട്ടുന്നത്, പരോക്ഷമായി വിങ്ങമായി കിട്ടുന്ന ആശയം, ആ ആശയത്തെ ആ കലാം എങ്ങനെ പ്രകാശിപ്പിക്കുന്നത്? അതിൽ അവർക്കിടയിൽ വിവാദം ഉണ്ടല്ല. ആ വിവാദം പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാണാം ജമുൽ ജവാമിയിൽ. സുമ്മക്കാല ഷാഫിയ്യു വൽ ഇമാമാനി ദലാലത്തുഹു ഖിയാസിയ്യത്തുൻ എന്ന്. സുമ്മക്കാല ഷാഫിയ്യു വൽ ഇമാമാനി ദലാലത്തുഹു ഖിയാസിയ്യത്തുൻ എന്ന്. അപ്പോൾ അവിടെ മൂപ്പര് ചോദിച്ചാലോ ഉസ്താദിനോട്, കുത്തുബി നബ്ബറല്ലാഹു മർക്കദ മൂപ്പരോട് ചോദിച്ചാലോ, അല്ല അതെന്താ? സുമ്മക്കാല ഷാഫിയ്യു വൽ ഇമാമാനി, ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു ആ പേര് തന്നെ, ആ പേര് കാല ഷാഫിയ്യു, ഇമാമുൽ ഹർമൈനി, ഇമാമുർ റാസി, അവരെ ആ ഇമാം എന്ന ലഖബ്, ആ സ്ഥാനം കൊടുത്തുകൊണ്ടും അത് അങ്ങനെ മതിയോ? അപ്പോൾ കുത്തുബി നബ്ബറല്ലാഹു മർക്കദ മൂപ്പര് പറഞ്ഞാലോ, ആനക്കെന്തിനാ മണി? ആനക്കെന്തിനാ മണി കെട്ടേണ്ട ആവശ്യം എന്താ? ശരിയാ, ഷാഫി ഇമാമിന് ടൈറ്റിൽ പറയണ അതന്നെ. അപ്പോൾ ഉസ്താദ് അത് മാത്രമല്ല, പല ഇടങ്ങളിലും കാണാം ഉസ്താദന്മാരെന്താ പറഞ്ഞത് അപ്പടി എഴുതി കാണാം. എത്രത്തോളം ഈ മഹാന്മാരായ ഉസ്താദന്മാർ ദർസിൽ പറഞ്ഞതിന് വ്യത്യസ്തമായി പിറ്റെന്ന് പറഞ്ഞാൽ അതും കാണാം, എഴുതി കാണാം. ഹക്കദാ കാല ഫിദ്ദർസി സുംബക്കാല അംസി എന്നെഴുതി കാണാം. പിന്നെ ഈ ഒരു ശൈലിയാണ്. പിന്നെ മൂപ്പരെ രചനകൾ, അതെ പൊന്നാണി മഖ്ദൂമിങ്ങൾ കേരളക്കരയിൽ
മുസ്ലിം സമൂഹത്തിന് വഴികാട്ടി. അവർ കേരളക്കരയിൽ മുസ്ലിം സമൂഹം എങ്ങനെ എന്ത് പഠിക്കണം എന്ന് വരെ അവർ കിതാബുകൾ ഉണ്ടാക്കി അല്ലേ. തസവുഫിലും അഖീദയിലും ഫിഖിലും ഒക്കെ തസവുഫിന് ഊന്നൽ നൽകി, ഫിഖിനും ഊന്നൽ നൽകി. എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, അതിന് അവരുടേതായ രചനകൾ നടത്തി. എന്നാൽ അതേപോലെ ആ പാത തന്നെ പിന്തുടർന്ന് മൂപ്പര് രചന വിഷയത്തിൽ ആ പൊതുസമൂഹത്തിന് അല്ല, മൂപ്പര് മുന്നിൽ കാണുന്ന ഉലമായിന് കിതാബുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൽ എല്ലാ വിഷയങ്ങളിലും അതിൽ പ്രധാനപ്പെട്ടതാ ഫിഖ്. ആ ഫിഖ് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്, ആ ഫിഖിൻ്റെ സാങ്കേതിക ശബ്ദങ്ങൾ അത് മനസ്സിലാക്കണം. അതിന് ഊന്നൽ നൽകിക്കൊണ്ട മൂപ്പര് അത് ഇല്ലെങ്കിൽ വലിയ അനർത്ഥം ഉണ്ടാവുക. ആ സാങ്കേതിക ശബ്ദങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവും. ഇവിടെ അടുത്ത് വടക്കേ മലബാറിൽ തൃക്കരിപ്പൂ എന്ന സ്ഥലത്ത് ഒരു വെള്ളിയാഴ്ച റമളാനിൽ സാധാരണ ഓരോ ആളുകൾക്കും മുക്കിടുണ്ടാവുമല്ല. അങ്ങനെ ഒരു ദിവസം മുക്കിറിൻ്റെ ഊഴ. അങ്ങനെ ആ മുക്കിറി നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞ്, അപ്പോൾ സുജൂദിൽ ഏതൊക്കെ അവയവങ്ങളാണ് വെക്കേണ്ടത്, ആ മൂക്ക് വക്കൽ സുന്നത്ത എന്ന് പറഞ്ഞു. അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ദർസൊക്കെ നടത്തി പരിചയം ഒക്കെ ഉള്ള ഒരു മഹാന് പെട്ടെന്ന് സ്തംഭനം. എന്താ അതങ്ങനെ സുന്നത്ത് ഫത്വൽ ഉൽമീൻ്റെ ഇബാറത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതായിരിക്കും. ഉഖ്തീറ ഉജൂബുഹു മൂക്ക് വക്കൽ ഉജൂബ അതിന് മുഖ്താറാക്കപ്പെട്ടു എന്നല്ലേ. അപ്പോൾ അടുത്തുള്ള ആളൊരു എന്തോ ഒരു കശപിശ. അപ്പോൾ പറയുന്ന ആൾ അത് ഏറ്റ് പറഞ്ഞു, എന്ത് അല്ല സുന്നത്തല്ല പോലും ഉജൂബ. അപ്പം എന്താ പറ്റിയ, പെട്ടെന്ന് ഉഖ്തിയർ ഉജൂബു എന്ന് മനസ്സിൽ വന്നപ്പോൾ ആ ഇഖ്തിയാറിൻ്റെ സാങ്കേതിക മായന പെട്ടെന്ന് വന്നില്ല. ആ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ ആ സമയത്ത് എന്നാലും അങ്ങനെ ഹഫിയാവരുതല്ലോ, അത്രയും പെട്ടെന്ന് വന്നത്. അപ്പം പറഞ്ഞ് കണ്ട എവിടെ ഉണ്ടായ പെശകന്ത, ആ സാങ്കേതിക മായന, ആ മായന ശരിക്ക് ആവാത്തോണ്ടല്ലേ ആ ഒരു പെശകുണ്ടായത്. അപ്പം അതിന് ഊന്നൽ നൽകിക്കൊണ്ടാ മൂപ്പര് അതാ റിസാലത്തു തംബീഹ് അത് രചിച്ച് ആ വിഷയത്തിൽ പൂർവികരായ മഹത്തുക്കൾ രചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യ രചന പൊതുവെ പറഞ്ഞ അതാ അഹമ്മുഹ അലൽ ഇത്ലാഖി, മൊത്തത്തിൽ ആ രചനകളിൽ നിന്ന് പ്രധാനപ്പെട്ട രചന അൽ ഫവായിദുൽ മദനിയ്യ ഫീ മൻ യുഫ്താ ബിഖൗലിഹി മിൻ അയിമ്മത്തി ശാഫിഇയ്യ. അതാ പ്രധാന, അത് വളരെ അനേക പേജുണ്ട്. അതിൻ്റെ വിഷയം തന്നെ തുടങ്ങുന്നത് വിഷയം തന്നെതാ ഫീ മൻ യുഫ്താ ബിഖൗലിഹി മിൻ അയിമ്മത്തി ശാഫിഇയ്യ. ആരെ കൗല് കൊണ്ടാ ഫത്വ ചെയ്യേണ്ടത്, അത് പ്രാരംഭേ അതാ, അത് ഫൈനലാക്കിയപ്പോഴാ അവസാന. അതൊക്കെ ആറ്റിക്കുറുക്കി ഒരു പാരാഗ്രാഫിൽ മൂപ്പര് ചുരുക്ക സംക്ഷിപ്തം വളരെ, അത് വായിക്കുമ്പോഴാ മൂപ്പര് അതിലുള്ള മികവ്, കാഴ്ചപ്പാട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള മൂപ്പരെ ആ കഴിവ്, പ്രാഗൽഭ്യം നമുക്ക് അന്താളിച്ചു പോകും, ആശ്ചര്യപ്പെട്ടു പോകും. കാരണം ഇത്രയും പേജുകളിലായി എഴുതിയ കാര്യം വളരെ
2 3 വരിയിൽ ഒരു കാര്യം നക്കൽ ചെയ്തിട്ട് സുമ്മക്കാല കുറേ പേജങ്ങ ഒഴിവാക്കിയിട്ട് സുമ്മക്കാല അതിനെപ്പറ്റി പറഞ്ഞ് ലാസ്റ്റ് അവസാനം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് സംക്ഷിപ്തമാക്കി. അപ്പം അത് കാണുമ്പോൾ വിലയിരുത്തുമ്പോഴാണ് മൂപ്പരെ ആ വിഷയത്തിലുള്ള കഴിവും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും സമർത്ഥിക്കുന്നതിലുള്ള കഴിവ് നമ്മൾ തഅജ്ജുബായി പോകും. ആ നിലക്ക് പിന്നീടുണ്ടായി രചന ഫവാദുൽ മദനിക്ക് ശേഷം അതിൻ്റെ മുഖ്തസറും. ഫവാദുൽ മദനിക്ക് മുഖ്തസറുണ്ട്. ആ മുഖ്തസർ നമ്മുടെ കേരളത്തിൽ ഷാലിയാത്തിക്ക് ഉണ്ട് മുഖ്തസർ ഫവാദുൽ മദനിക്ക്. അതിൻ്റെ ശേഷം അതിൽ ബൃഹത്ത ഒരു കിതാബ ആയത് അതാ അസ്സയ്യിദ് അലവി അസ്സഖാഫ് അൽ ഫവായിദുൽ മക്കിയ്യ ലിതുല്ലാബി ഷാഫിയ്യ. അതിൻ്റെ മുഖ്തസർ മൂപ്പർക്ക് തന്നെ അതിൻ്റെ മുഖ്തസറും ഉണ്ട്. അതിൻ്റെ ഇടയിൽ വന്ന ഒരു മഹാന ആര് അല്ലാമ അബ്ദുള്ള ബാസൂദാൻ മൂപ്പർക്കുണ്ട്. അതേപോലെ മൂപ്പര മകൻ അഷ്ശൈഖ് മുഹമ്മദ് അവർക്കുണ്ട്. അൽ മഖാസിദുസ് സനിയ്യ ഇലൽ മവാരിദിൽ ഹനിയ്യ ഫി ജംഇൽ ഫവായിദിൽ ഫിഖിഹിയ്യ. പിന്നെ അതിൻ്റെ ശേഷം ആ വിഷയത്തിലുള്ളത് സുല്ലമുൽ മുതഅല്ലിം അൽ മുഹ്താജ് ഇലാ മഅരിഫത്തി റുമൂസിൽ മിൻഹാജ്. അതാ സയ്യിദ് അഹ്മദ് അൽ അഹ്ദൽ മിൻഹാജിൻ്റെ കൂടെ ചില പ്രിന്റിലൊക്കെ ഉണ്ട്. സുല്ലമുൽ മുതഅല്ലിം അൽ മുഹ്താജ് ഇലാ മഅരിഫത്തി റുമൂസിൽ മിൻഹാജ്. അതേ വിഷയത്തിൽ പിന്നെയും കാണാം അൽ ഇബ്തിഹാജു ഫി ബയാൻ ഇസ്തിലാഹാത്തിൽ മിൻഹാജ് അസ്സയ്യിദ് അഹ്മദ് ബിൻ അബീബക്കർ ബിൻ സമീത്ത്. ഇവർക്കൊക്കെയും അതിൻ്റെ ശേഷം നമ്മൾ കേരളക്കരയിൽ പറയാവുന്ന ഒരു രചന റിസാലത്ത് തംബീഹ്. അതിൻ്റെ അത് ആ പറയുന്ന കാര്യങ്ങൾ ഷറൂൽ മഹലിൻ്റെ ഷറയിൽ വന്നത് തത്ബീക്കാക്കിക്കൊണ്ടാണ്. വലിയ ഫലപ്രദ. അതില്ലെങ്കിൽ മഹല്ലി വേണ്ട പോലെ അത് പ്രത്യേകം ഈ ഖിലാഫുള്ള വിഷയങ്ങളിലൊക്കെ ത്വരീക്കും തുർക്കുകളൊക്കെ പറയുമ്പോൾ അത് മനസ്സാക്കാതെ കൈകാര്യം ചെയ്ത ആ മഹല്ലിൻ്റെ വർദ്ധിലേക്ക് ഉദ്യമത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വിഷമമാണ്. അത് ബൃഹത്തായി. പിന്നെ അതേപോലെ ഫിഖ് പഠിതാക്കൾക്ക് ഹദീസും ഖുർആനും എന്താ ബന്ധം? ഇന്ന് ഹദീസ് എന്തിനാ പഠിക്കുന്നത്? ഇജ്തിഹാദിൻ്റെ ഇംഗിത്തായല്ലോ. അപ്പോൾ ഹദീസ് എന്തിനാ പഠിക്കുന്നത്? അതേപോലെ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചില വാക്കുകൾ ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. അതിൻ്റെ മഅന എന്താ? അതിൻ്റെ മഅന വേണ്ട പോലെ മനസ്സിലാക്കാത്തതുകൊണ്ടാ ഉൽപ്പതിഷ്ണുക്കൾ പറയുന്നത്. ഷാഫി മദ്ഹബിൽ രചിക്കപ്പെട്ട എല്ലാ കിതാബ് ഉദ്ധരിക്കും. മുത്തഫരീദ് മുതൽ നൂറുൽ അബ്സാർ അടക്കം ഇങ്ങനെ ഉദ്ധരിക്കും. മിന്നാജ് ഒക്കെ ഉദ്ധരിക്കും. അവസാനം ഒരു ഹദീസം കൊടുത്തിട്ട് ഇതാ ഇമാമുൻ ഷാഫി റളിയല്ലാഹു ഉസിയത്തുണ്ട് ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. അപ്പോൾ ഇതൊന്നുമല്ല ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബ് ഏതാ? ഈ ഹദീസ. എല്ലാം അങ്ങനെ ചുളുവിൽ. അപ്പം അതിൻ്റെ മയന മനസ്സാക്കണ്ടേ? അപ്പം അതിന് ആ വാക്കിൻ്റെ മയന എന്താ? അത് ആരാ, എപ്പോഴാ, ആരോടാ പറഞ്ഞേ? അതൊക്കെ വളരെ വിശദമായി പറഞ്ഞ്. അതേപോലെ എന്തിനാ അനുകരണം? തഖ്രീർ എന്തിനാ? അത് പറയും മൂപ്പര്. ഈ ഹദീസ് ഫിഖ് ശരിക്ക് കാലുറപ്പുണ്ടായതിൻ്റെ ശേഷമേ ഹദീസിലേക്ക് അടക്കാവൂ വിദ്യാർത്ഥികളെ ഹദീസിലേക്ക്. അതിന് മുമ്പ് തർഹീബ് ഇത്തരം അതുമായി ബന്ധപ്പെട്ടതല്ലാത്ത അഹ്കാമ സ്പർശിയ ഹദീസ്, ആ ഹദീസ് ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഫിഖിൽ കാലുറപ്പുണ്ടാകുന്നതിന് മുമ്പ് അത് കൊടുക്കരുത്. ശരിയാത് വലിയ ഭവിഷ്യത്താ. കാരണം നോക്ക്, ഈ ഹദീസ് നമ്മൾ കണ്ട ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ അസ്വാജിഹി, നിസ്കരിച്ച് വുളു ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഭാര്യയെ തൊട്ട
ചുംബിച്ചാൽ ഉളു മുറിയൂല എന്ന് കുട്ടിനെ മനസ്സിൽ പിടിച്ചില്ലേ? കുട്ടിനെ മനസ്സ് ഖാലിയല്ലേ? മറ്റേ ആ കവി പറഞ്ഞ പ്രകാരം ഖാലിയ, ആ ഖാലിയായ മനസ്സിലേക്ക് ഇതങ്ങ് വന്ന, ഈ ധാരണ അങ്ങ് വന്ന, പിന്നെ എത്ര നമ്മൾ തൈവിൽ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ട് കുട്ടി മാറുമോ? ആ ചെറുപ്പത്തിൽ കേട്ട അതങ്ങനെ മനസ്സിലുണ്ടാവും, ഉറച്ചു പോവുക. അങ്ങനെ ആ കുട്ടി കാലാന്തരത്തിൽ തെറ്റാൻ വഴിയില്ലേ? അപ്പൊ നമ്മൾ തന്നെ അതിന് വഴിവെക്കുന്നത്. അപ്പൊ ഹദീസിൽ മൂപ്പര് പറയും, ഹദീസ് ഫിഖിൽ ശരിക്ക് കാലുറപ്പിച്ചതിന് ശേഷമേ ഹദീസിലേക്ക് കടക്കാവും. ശരിയാ, ഇമാം തുർമുദി അങ്ങനെ തന്നെ പറഞ്ഞ അൽ ഫുഖഹാഉ ആറഫു ബിമആനിൽ അഹദീസ്. ഫുഖഹ ആണ് ഹദീസിന്റെ മഅന ഏറെ അറിയുന്നവർ അവരാ. അപ്പോൾ ഹദീസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എന്താ അതിൻ്റെ മഅന, അത് ഫുഖഹ. അപ്പൊ ഫിഖിൽ ഓർക്കണം, കുറച്ചിട്ടേ ഹദീസിലേക്ക് കടക്കാവൂ എന്ന് പറയും. അതൊക്കെ അതിൽ ആ കിതാബിൽ മാതാ ഉളീഫത്തുൽ ഫുഖഹ എന്ന പേരിൽ. അതേപോലെ മറ്റൊരു കിതാബാണ് മജ്മുഉൽ ഫവായിദ് ഷത്ത. അതിൽ അനേകം ഫായിദകൾ, പരന്ന വായന, പരന്ന മുത്താല. അപ്പോൾ എല്ലാ പഴയതും പുതിയതുമായ വിഷയങ്ങൾ കാണുമ്പോൾ അതൊരു സമാഹരിച്ച് ഒക്കെ കൂടി ഒരു കിതാബായി വലിയ ഫായിദകളാണ് അതൊക്കെ ഉള്ളത്. കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രവേശനം, അതേപോലെ ഫസ്ലുദ്ദീനി അനിൽ ദൗല, ദീനിൽ നിന്ന് ദീനിനെ മാറ്റുക, ഭരണത്തിൽ നിന്ന്, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ഒക്കെ നക്കലുകളെ കൊണ്ട് സമർത്ഥിച്ച് ഒരു തഫ്സീറുകളൊക്കെ പരിചയപ്പെടുത്തുക ഒക്കെ. അതേപോലെ താരീഖ്, ആ താരീഖിൻ്റെ ശൈലി, ഏത് ശൈലിയാണ് സ്വീകരിക്കേണ്ടത് അതൊക്കെ അതിൽ വരച്ച് കാണിക്കുന്നത്. അതിന് പുറമെ വലിയൊരു കാര്യം അതിൽ നോക്ക്, നമ്മുടെ മുഫസ്സിരീങ്ങളെ ഇപ്പോൾ പുതിയ ഉൽപ്പതിഷ്ണുക്കൾ, മറ്റ് വിഭാഗങ്ങൾ വല്ലാതെ ആക്ഷേപിക്കും. ജലാലീന് അടക്കമുള്ള തഫ്സീറുകൾ അതൊക്കെ പഴയ ഇസ്രായേലിയായ കഥകൾ വാരി വലിച്ച് കൂട്ടിയിരിക്കുന്നു. അതിന് നല്ല മറുപടി എന്താ? അത് ഇമാമുൻ ഷാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. എന്താ? ഹദ്ദിസു അൻ ബനി ഇസ്രായീല വലാ ഹറജ വഹദ്ദിസു അന്നി വലാ തക്ദിബു അലിയ. അതാ ഇതിൻ്റെ വെളിച്ചത്തിലാ അത് പറയുന്നത്. ഹദ്ദിസു അൻ ബനി ഇസ്രായീല, നിങ്ങൾ ബനു ഇസ്രായേലിൽ നിന്ന് ഹദീദ് പറഞ്ഞോളി. വലാ ഹറജ, അതിലെന്തില്ല, കുറ്റമില്ല, ഹറജില്ല. അത് ആരാ പറയുന്നത്? വിശ്വാസയോഗ്യരായ ആളാണോ പറയുന്നത്? അല്ലേ? അത് നോക്കണ്ട, അത് പറയാം. എന്താ അതിൻ്റെ അർത്ഥം? ഇത് നോക്ക്. ഹദ്ദിസു അന്നി, എന്നിൽ നിങ്ങൾ ഹദീസ് പറഞ്ഞോളി. വലാ തക്ദിബു അലിയ, എന്നെ മേൽ വ്യാജം പറയരുതേ. ഷാഫി ഇമാം പറയുന്നു. എന്താ? തഫ്രീഖത്ത, ബനു ഇസ്രായേലിൽ നിന്ന് കളവ് പറയുമ്പോൾ കളവ് പറയാ, മറ്റേ കളവ് അല്ല. ബനു ഇസ്രായേലുകളിൽ നിന്ന് ഹദീസ് പറയുമ്പോൾ, ഉദ്ധരിക്കുമ്പോൾ അത് ആരാ, വിശ്വാസയോഗ്യരായ ആൾക്കാരാണോ അല്ലേ എന്ന് നോക്കണ്ട, അന്വേഷിക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് പറയുമ്പോൾ ആരാ എൻ്റെ പറയുന്ന ആളാരാ? വിശ്വാസയോഗ്യരായ ആൾക്കാരാണോ? അവരിന്നേ പറയാൻ പാടുള്ളൂ, അല്ല പറയും. കാരണം വ്യത്യാസമുണ്ട്. ബനു ഇസ്രായേലിൽ നിന്നൊരു ഹദീസ് സുബൂത്തായതുകൊണ്ട് ശറയിൽ ഒരു ഹുക്മ് സുബൂത്താകുന്നില്ല. ഒരു കാര്യം സുന്നത്താവലോ, ഒരു കാര്യം ഹറാമാവലോ, വുജൂബാവലോ ഇത്യാദി അഹ്കാം സുബൂത്താവൂല. ബനു ഇസ്രായേലിൽ നിന്നൊരു ഹദീസ് സുബൂത്താവൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു ഹദീസ് സുബൂത്തായാലോ ദീനിൽ, അള്ളാഹിന്റെ ദീനിൽ ഒരു ഹുക്മ സുബൂത്താകുന്നത്. അപ്പോൾ അവരെ ശുഷ്കാന്തി കാണിക്കണം, മറ്റേ അത്ര ശുഷ്കാന്തി വേണ്ട. പിന്നെ അവർ ഇൽമിൻ്റെ ആൾക്കാരാ, കിതാബിൻ്റെ ആൾക്കാരാ, അവരെ കയ്യിൽ ഇൽമുണ്ടാവും. ഖുർആന് ഒരു ചരിത്ര കിതാബല്ലല്ലോ. ഖുർആനിലെ പൂർവ്വകാല സമുദായങ്ങളെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ വളരെ ഇഷാറത്തെ ഉണ്ടാവും. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ. പിന്നെ ഈ പറയുന്നതൊക്കെയും എങ്ങനെ, അതൊക്കെയും ശരിവെച്ചുകൊണ്ടല്ല അവർ പറയുന്നത്. പിന്നെ അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇസ്ലാമിൻ്റെ പുതു തൊത്തുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന് അനുകൂലമായത്, ഇസ്ലാമിക ശരീഅത്തിന് നിരക്കാത്തത് തള്ളിക്കളയുക, ഇസ്ലാമിക ശരീഅത്തിന് ഒത്തത് സ്വീകരിക്കുക. ഈ നയത്തിൽ ആ തഫ്സീറിൻ്റെ കിതാബുകളിലൊക്കെ പറയുന്നത്
ഉപകരിക്കുന്നത് ഉപകരിച്ചോട്ടെ. അത് തന്നെ എന്തിൻ്റെ ശേഷം ആ അരിപ്പയിൽ ഇട്ട് അരിക്കേണ്ട ആ ഉർബരത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ കായിക ഏതാ കായിക? ഇസ്ലാമിക ശരീഅത്തിന് നിരക്കാത്ത വിശ്വാസപര കാര്യങ്ങൾ, അമ്പിയാന്റെ ഇസ്മത്ത് ഇത്യാദി കാര്യങ്ങൾ നിരക്കാത്തതാ എന്നാ തള്ളിക്കളയ, അല്ല ഒക്കുന്നതാ എന്നാ സ്വീകരിക്കുക. ഈ നിലയിൽ അവർ കൊണ്ടുവന്ന് അപ്പൊ അതിൻ്റെ പേരിൽ അവരെ വിമർശിക്കേണ്ട, മുഫസ്സിരിങ്ങളെ വിമർശിക്കേണ്ട, ജലാനെ വിമർശിക്കേണ്ട, അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് വലിയ ഫായിദ അത്. പിന്നെ ആ മറ്റൊരു കിതാബാ മൂപ്പരെ എന്താ അമ്പിയൻ്റെ ഒരു തങ്ങൾ, തിരുരങ്ങാടി ഒരു തങ്ങൾ അവിടെ ഉള്ളപ്പോൾ വരവുണ്ടായിരുന്നു, ഇടക്കെല്ലാം വരും. മൂപ്പരെ ആ തൊലബനുസരിച്ചാണ് മൂപ്പര അത് വായിക്കുമ്പോൾ അത് നോക്കിയാൽ തിരിയും. ആ മൂപ്പര് ജോഗ്രഫി അതിലൊക്കെയുള്ള മൂപ്പരെ കഴിവ്, അതിൽ കിതാബുണ്ട്, ജോഗ്രഫിയിൽ കിതാബുണ്ടായിട്ടുണ്ട്, തസ്നീഫ് എഴുതിയിട്ടുണ്ട്. അതേപോലെ ആധുനിക എല്ലാ വിഷയങ്ങളും അറ്റലസും ഒക്കെ അത് അതിലൊക്കെ അതിലുള്ള മികവ് ഇങ്ങനെ കാണും വായിക്കുമ്പോൾ. അതിൻ്റെ പുറമെ മറ്റൊരു കിതാബ മീഖാത്ത്, ഇൽമുൽ മീഖാത്തിൽ റിസാല, അതിലുള്ള ഓരോ കാര്യങ്ങൾക്കും ബുർഹാൻ, ആ ബുർഹാൻ ഒക്കെ സമാഹരിച്ചത് കേരളത്തിൽ ഉസ്താദന്മാരെ വക്കിൽ നിന്ന് സമാഹരിച്ച് അത് വലിയ ഫലപ്രദ. ആ വിഷയത്തിൽ വലിയ വലിയ മികവുമായിരുന്നു. നമ്മളെ പ്രിൻസിപ്പൾ ഏക ഉസ്താദ് പറയാറുണ്ടായിരുന്നു, എനിക്ക് ആ റിസാല മൂപ്പര വക്കൽ നിന്ന് ഓതാൻ സാധിച്ചില്ല, പുതിയ രീതിയിൽ ഓതാൻ സാധിച്ചില്ല. മൂപ്പര് വക്ക ഉസ്താദ് തന്നെ എടുക്കുന്ന വശമാക്കിയത് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല എന്നെപ്പോഴും പറയാറുണ്ടായിരുന്നു. അതിനും ഒട്ടും പുറകിലല്ല. പിന്നെ ഇത്രയും രചനകൾ, അപ്പോൾ ആ രചനകളൊക്കെ ഉപയോഗപ്പെടുത്തണം, നോക്കണം, വായിക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് ഇതുകൊണ്ട് ചുരുങ്ങിയൊരു ശൈലി മൂപ്പരെ രചനകളെ സംബന്ധിച്ചുള്ള ഒരു ചുരുങ്ങിയൊരു വിവരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പൂർണ്ണമായതല്ല, അത് സാധ്യമല്ല.